ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രത്തോടുള്ള സമയവും വാസത്തോട് പ്രാർത്ഥനയായ പശുക്കളെ വലിയ ദൈവം അവരെ സഹായിച്ചാൽ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രത്തിന് ഈ സമയം മധ്യസ്ഥ പ്രാർത്ഥനയുമായി കർത്താവിന്റെ പാദത്തിലേക്ക് അടുത്തുവരുക. സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം അടിയന്റെ ജീവിതത്തിൽ നൽകി തരുന്ന നല്ല അവസരക്കാർ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രിക്കുന്നു. നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനാണ് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ, സമയം കർത്താവേ മധ്യസ്ഥ പ്രാർത്ഥനയുമായി അപ്പ അങ്ങയുടെ പാദത്തിലേക്ക് അടുത്തു വരികയാണ്. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാതകളെ ആകെയാൽ അങ്ങയുടെ പാതപ്പെടുത്തുന്ന അപ്പ പിതാവേ പൊന്മത്തേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നോക്കുവാടി ജീവിതത്തിൽ നല്ല അവസരം കാണാൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം പാലക്കാട് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ചർച്ചകളിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുകയില്ല ായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മധ്യസ്ഥ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹമായി വിടുതലായി തീരുക. അപ്പൊ അങ്ങ് സഹായിക്കുമാറാണ്. അനേക വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ കർത്താവെ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആരാധന സാധകരമായി തിരുവ കർത്താവെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേൽ കർത്താവെ അപ്പ മറുപടി ഒന്ന് അങ്ങ് മാനിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പ ഞങ്ങളുടെ പാതകളിൽ അല്പസമയം ആയിരിക്കുന്നു. അവർ സാന്നിധ്യം സഹായിക്കുന്നതിന് നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. പാടി പുകഴ്ത്തിടാം ദൈവദേവനെ പുതിയതും കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദൈവദേവനെ പുതിയതും കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഓ യേശുവേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. യേശുവേ ഞാനെന്നും
കർത്താവ് സഹായിക്കട്ടെ എന്ന് മധ്യാഹ്ന സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുമായി കർത്താവെ ഞങ്ങളുടെ പാദത്തിലേക്ക് പ്രാർത്ഥന വിഷയങ്ങളെ അവിടുത്തെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നാമതായി നമുക്ക് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദേശത്ത് കൊറോണ നിമിത്തം അനേകം പ്രിയപ്പെട്ട ലോകത്താൽ ദുഃഖത്താൽ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ട സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ദുഃഖത്തിൽ നിർവൃപ്പിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവ് ഓരോ ദിവസം നമ്മളെ ദൈവമക്കൾ ഓരോ ദിവസവും അവിടെ ഇവിടങ്ങളായി കർത്താവ് കാറ്റുകളിക്കുന്ന ദുഃഖപ്പയ്ക്കായ കരുണയ്ക്കായി ദയക്കായി നമ്മുടേതായ ഒന്നുമില്ല. കർത്താവ് നമ്മളെ നിർത്തുന്നതാണ്. നമ്മുടെ പുനഃപ്രവർത്തികളൊന്നുമല്ല. ഓരോ ദിവസവും കരുണ കാണിച്ച് ദൈവം നമ്മളെ പിന്നെയും നിലനിർത്തുന്ന ആയുസോടെ ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് അവിടുന്ന് ആമയെ കരുണ കാണിച്ച് പിന്നെയും നമ്മൾ നിലനിർത്തുന്ന നന്ദി കർത്താവെ. ഹാലേലൂയ. വാൽക്കാലത്തെ ആമയെ കോവിഡ് നിമിത്തം ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. അതുപോലെ പലവിധ പനികളുണ്ട്. ആ ഹല്ലേലൂയ പനികളെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം.
അതുപോലെ കടബാധ്യത നിൽക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്തുതി പിതാവേ, കർത്താവേ, കോവിഡ് നിമിത്തം ഭാരപ്പെടുന്ന വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ആയി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവ്. ഞങ്ങളുടെ ചുറ്റുപാടും പാർക്കുന്നവരുണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ. മഹാമാരി എത്രയും വേഗം കർത്താവ് നിർമ്മൂലീകരിച്ച് അതിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് കർത്താവെ അത് പൂർണ്ണമായ ദേശത്ത് മാറുന്നതാം കർത്താവെ. സഹായിക്കുമാറാണ് പ്രാർത്ഥനയിലൂടെ സൗഖ്യമാകുക. ആമേൻ കർത്താവെ. സഹായിക്കും നിമിത്തം കർത്താവെ അനേക പ്രിയപ്പെട്ട ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുക, ദൈവത്തെ അറിയുക, സത്യദൈവമേ കർത്താവ് വിശ്വസിച്ച് തിരിച്ചറിയുക കർത്താവ്. ദിവസം മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുക. അനേക പ്രിയപ്പെട്ടവരുടെ ഇടയാക്കുമാറാണ് എന്ന് പ്രാർത്ഥന ആയിട്ട് നശിച്ചു പോകാതെ ആമേൻ നിത്യരാജ്യത്തിന്റെ അവകാശികളായി കർത്താവെ ഇടയാക്കണമെന്ന് അത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവേ. അല്ലെങ്കിൽ അതുപോലെ ഡെങ്കിപ്പനി കർത്താവേ, എലിപ്പനി കർത്താവേ, അല്ലെങ്കിൽ അനേക പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. പാലക്കാലം കർത്താവേ കിടക്കയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും കർത്താവ്. ജീവിതത്തിലെല്ലാം രോഗക്കിടക്ക് മാറ്റിവെക്കുക. രോഗത്തെ മാറ്റിവെക്കുന്ന കർത്താവെ പൂർണ്ണമായ മാറ്റണമേ പ്രാർത്ഥിക്കാമേ. 10 ദിവസത്തിന്റെ അമ്മായിമ്മ പനി പിടിച്ചു കിടന്നപ്പോ എന്റെ യേശു കർത്താവ് അവിടെ ചെന്ന് കർത്താവെ ആമെ സൗഖ്യമാക്കിയതുപോലെ ഈ ദിവസം കർത്താവെ കർണാനിക്കുമാറാണ് പൂർണ്ണമായ വിടുതൽ സൗഖ്യം അപ്പച്ചൻ കൽപ്പിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സൗന്ദര്യ സംബന്ധമായ ലോകത്തെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. യൂട്രസിൽ മുഴയെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമെ പ്രഷർ കൂടിപ്പോയിട്ട് കുറഞ്ഞു പോയിട്ട് ഭാരപ്പെടുന്നവരുണ്ടല്ലോ, ഷുഗറിനെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൊളസ്ട്രോൾ മറ്റും ഭാരപ്പെടുന്നവർക്കായി യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പനിയ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ കർത്താവെ നട്ടലിന്റെ വേദന തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ കർത്താവെ. ആമേ അതിൻ്റെതായ പോരായ്മകളെ മാറ്റി ദിവസങ്ങളെ കർത്താവെ അനുഗ്രഹപ്പെട്ട തലമുറകളെ കാണുമ്പോൾ കർത്താവെ ഇടയാക്കണമേ നമ്മോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വിഷയങ്ങളുടെ മേലെ എന്റെ അപ്പന്റെ കലവർക്ക് പ്രവർത്തിക്കുന്ന നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ അവിടുന്ന് മറുപടി തരുന്നതിനായി നന്ദി കർത്താവ്. അതുപോലെ കർത്താവ് സ്വന്തമായി സ്ഥലമില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് തന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് കരുതിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടുള്ള ഒരു പ്രത്യേകിച്ച് തോന്നില്ല. ഈ നാളെ കർത്താവെ സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ജോലിക്കായി കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ കൊറോണ നിമിത്തം കർത്താവെ ഹല്ലേലൂയ അനേക പ്രിയപ്പെട്ട ജോലി നഷ്ടപ്പെട്ട് ഭാവനകളായിരിക്കുന്നവരുണ്ടല്ലോ കർത്താവ്. ദിവസങ്ങൾ കർത്താവെ ആമേൻ കർത്താവർക്ക് ജോലി തക്കതായ ജോലികളിൽ ലഭിക്കാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതുപോലെ സാലറി ലഭിക്കാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവെ. അവർക്ക് സാലറി തക്ക സമയത്ത് ലഭിക്കുന്ന മുടക്കം കൂടാതെ അത് കിട്ടേണ്ട സാലറി കർത്താവ് കിട്ടുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥന. അതുപോലെ ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. ആ ജോലിയിൽ പ്രമോഷൻ ലഭിക്കാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടുണ്ട്. ഈ ദിവസം അത് പുതുക്കുവാൻ ആവശ്യമായതെല്ലാം അപ്പം നൽകി കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ട ജോലി നഷ്ടപ്പെട്ട് കർത്താവെ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. അവർക്കൊക്കെ ജോലി ലഭിക്കാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കേരളത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ. അവർക്ക് തക്ക സമയത്ത് കടന്നു പോകാൻ കാത്തിരിക്കുന്നവരുണ്ട്. അതുപോലെ തുടർന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടല്ലോ കർത്താവ്. വിദ്യാഭ്യാസം എല്ലാം അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ദിവസങ്ങളിൽ +1 റിസൾട്ട് കടന്നു വരാറായി. കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയം കരസ്ഥമാക്കാൻ കർത്താവ് സഹായിക്കുന്നതാണ് കർത്താവെ. അതിലെ കഴിഞ്ഞ ദിവസം SLC +2 പരീക്ഷയിലേക്കും കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയം കരസ്ഥമാക്കാൻ കർത്താവ് സഹായിച്ചു. ദിവസങ്ങളെ നല്ല മാർക്കോട് കൂടി ജയിക്കുകയും കുഞ്ഞുങ്ങളെ സഹായിക്കാൻ അവർക്ക് തുടർന്നുള്ള വിദ്യാഭ്യാസം
ലഭിക്കാൻ വേണ്ടി ആവശ്യമായ ബുദ്ധി, ജ്ഞാനവും ഓർമ്മശക്തി എല്ലാം കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അത് ലോകത്താലും ദുഃഖത്താലും ആരും ഭാരപ്പെടാതെ ഓരോ ദിവസവും ദൈവകൃപയിൽ മുന്നേറുവാൻ ദൈവജനത്തിൽ വേരുകുന്നി വളരെ ഓരോരുത്തരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പണ്ടക്കാര വിഷയങ്ങളുടെ മേലെ എല്ലാ പണ്ടക്കാരും പ്രവർത്തിക്കുമാറാണമേ നമ്മോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. പണ്ടക്കാരെ ഓർമ്മ ദിവസങ്ങൾ ഓരോ വിഷയത്തിന് മേലെ ചലിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ കര ദിവസങ്ങളിൽ ചലിച്ചിറങ്ങുമാറാണമേ നമുക്ക് പ്രാർത്ഥി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടും. ഓരോരുത്തരെ സഹായിക്കുമായി ദിവസങ്ങൾ പരിശുദ്ധ അഭിഷേകം അഭിഷേകം സഹായിക്കാം. ഇത്രത്തോളം വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിച്ചു. സ്വന്തമായ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ. ആ പണി എത്രയുമേ പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിക്കുന്ന നന്ദി കർത്താവ്. ആവശ്യമായ സാമ്പത്തിക വഴികളെ വാതിലുകൾ തുറക്കും കർത്താവ് സഹായിക്കുമാറാണ് പ്രാർത്ഥന. ചില കർത്താവ് കൃഷിയിടങ്ങളെ ആമെ വേണ്ടുപോലെ വെള്ള കാലാവസ്ഥ മഴ ഇല്ലാതെ വിളയോ കർത്താവ് സഹായിക്കുന്നു വേണ്ടി അല്ല സഹായിക്കുക സഹായിച്ചു കർത്താവ് കൂടി സഹായിച്ചു പ്രാർത്ഥന വിഷയത്തിൽ മേലല്ലേ അപ്പന്റെ കരം കൂടി സഹായിക്കുന്ന വനകാലം പ്രാർത്ഥിക്കുക പാടുക അല്ലല്ലോ മധ്യസ്ഥലം എല്ലാം കർത്താവ് സഹായിച്ചു. പിന്നെയും തുടർന്ന് 40 നിമിഷത്തെ ചിന്തയ്ക്കായി നമുക്ക് ദൈവസന്നിധി താണിരിപ്പാൻ ദൈവം സഹായിക്കട്ടെ. അല്ലല്ലോ എന്ന് വാൽക്കാലത്തെ ചിന്തയ്ക്കായി യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. വ്യഭിചാരികളായുള്ളവരെ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകെ ലോകത്തിന്റെ സ്നേഹിതൻ ആഘോഷിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ആമേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ നാളിൽ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ആമേ ലോകവാദിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്ന ദൈവം നിലനിൽക്കുന്ന തിരുവനന്തപുരം വായിക്കുന്നു. ആമേ ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ലോകത്തോട്ട് നോക്കുകയാണെങ്കിൽ പ്രിയ സഹോദരന്മാരും കുഞ്ഞുങ്ങളായാലും എല്ലാവരും ആമേ ലോകത്തിന് മുകളിലോട്ട് നശിച്ചു പോകുന്നവരാണ് അനേകപ്പെട്ടത്. നമ്മൾ ലോകത്തിൽ ഓരോ ദിവസം നമ്മൾ പത്രങ്ങളിലും ആമേ അതുപോലെ ഫോണിലൂടെയും TV-യിലൂടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അധികം ലോകത്തിന് മുകളിലോട്ട് നശിച്ചു പോകുന്ന അനേകപ്പെട്ടത് ആമേ സ്വന്തം ഭർത്താക്കന്മാരെ ഇട്ടിട്ടും സ്വന്തം കുഞ്ഞുങ്ങളെ ഇട്ടിട്ടും മറ്റുള്ള അവരുടേതായ മുഖങ്ങളിലേക്ക് കടന്നു പോകുന്ന കാലഘട്ടത്തിലേക്ക് ആമേ അന്ത്യ കാലഘട്ടത്തിലേക്ക് അടിച്ചിരിക്കും. ദൈവസ്നേഹം ത്യജിച്ചു ലോകത്തിന് മുകളിൽ നശിച്ചു മടങ്ങി വരുക ദൈവം കർത്താവ് ഓരോരുത്തർക്ക് കൊടുക്കട്ടെ. ഹല്ലേലൂയ. ആകെ ലോകത്തിൽ സ്നേഹിതനെ ആഘോഷിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ശത്രുവായി ആമേ ലോകത്തില് നശിച്ചു പോകുന്നവരെ ആമേ ദൈവം സ്നേഹിക്കുന്നില്ല. ആമേ ദൈവത്തിന്റെ സ്നേഹം ആമേ തിരിച്ചറിയുന്ന ഒരു ദൈവം വരുന്ന ഒരിക്കലും ലോകത്തിൽ മോഹനിലേക്ക് കടന്നു പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇതാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നേറുകയാണെങ്കിൽ ദൈവം നമ്മളെ അധികമായി ഉയർത്തുവാൻ ദൈവശക്തനാണ്. എന്നാൽ അവൻ അധികം അതിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുകയാണെങ്കിൽ എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവ നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആമേ ഹല്ലേലൂയ. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. ആമേ ഒരു ദൈവവചനത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു താഴ്മ എളിമ വിനയം ആമേ ഒരു ദൈവവചനത്തെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമാണ്. ദൈവനിഗളികളുടെ അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ. ഒരു പലപ്പോഴും നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ കാണുമ്പോൾ അവരുടെ ദൈവസ്നേഹത്തെ കുറിച്ച് പോകുമ്പോൾ ഇതൊക്കെ എന്താ എങ്ങനെയാണെന്ന് പറഞ്ഞു നടക്കും. എന്നാൽ അവരുടെ അന്ത്യം എന്താകുമെന്ന് ആമേ വചനത്തിലൂടെ നമുക്ക് വായിച്ച് നമുക്കറിയാവുന്നതാണ്. അതിലെ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ. താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്തു. ഓരോ ദിവസവും നമ്മൾ താഴ്മയോടെ വിനയത്തോടെ ദൈവസന്നിധി തന്നെ താഴ്ത്തി അല്ലെങ്കിൽ ഓരോ ദിവസവും മനസ്സ് ബുദ്ധി രൂപാന്തരപ്പെട്ട് ദൈവസന്നിധി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ കഴിയും ശുദ്ധീകരിച്ച് ദൈവം ഓരോ ദിവസം താണിരിക്കുകയാണെങ്കിൽ ദൈവം അധികം കൃപകൾ നൽകുന്ന ദൈവമാണ്. നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ താഴ്ന്നുള്ളവരാണെങ്കിൽ ദൈവം നമ്മളോട് ഒരാൾ എതിർത്ത് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വഴക്ക് നമ്മൾ പകരം ചെയ്യാതെ നമ്മൾ താഴ്ന്നവർ വിനയത്തോടെ നമ്മൾ അവരുടെ മുമ്പ് താണിരിക്കുകയാണെങ്കിൽ ആമേൻ ദൈവം നമ്മളെ അവരുടെ മുമ്പ് ഉയർത്തുവാൻ ശക്തനായ ദൈവമാണ്.
ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽപ്പേ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുമേ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിന്ന് അതിനോട് പോരാടി ജീവിക്കുകയാണ് ദൈവം നമ്മളോട് അടുത്ത് വരുമെന്നാണ് തിരുവചനത്തിൽ വായിക്കുക നമുക്ക് സഹായിക്കാൻ കഴിയുന്നത്. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽപ്പേ. ഈ അന്ത്യകാലമാകിയാൽ നമ്മൾ അന്ത്യനാളിൽ ശത്രു പല വിധത്തിലും നമ്മളെ തകർത്ത് കളയാൻ കടന്നു വരുമ്പോൾ നമ്മൾ അതിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മളോട് എതിർത്ത് നിൽക്കുന്ന പിശാചിനെ കർത്താവ് അവരെ ഓടിക്കുക. അടുത്ത് നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുകയാണെങ്കിൽ ദൈവം നമ്മളോട് കൂടിയിരുന്ന നമ്മളോട് എതിരെ വരുന്ന ശത്രുവിനെ ദൈവം ഓടിക്കുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ദിവസം താഴ്ന്നുള്ളവരായി, വിനയമുള്ളവരായി, എളിമയുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ സങ്കീർത്തനം 73:27 വാക്യം വായിക്കുന്നത്, ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരും നീ സഹോദരിക്കും. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ, ദൈവത്തോട് അകന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഈ ലോകത്തിന്റെ മോഹങ്ങളും ലോകത്തിന്റെ ചിന്തകളും ലോകത്തിന്റെ ഭോഗങ്ങളെ കുറിച്ച് കടന്നു പോകുന്നു. എന്നാൽ അവന് ദൈവത്തെ കുറിച്ചോ ദൈവഹിതം എന്തെന്നോ അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ അതിന്റെ താഴത്തെ വാക്യമൊക്കെ, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടത് ഇങ്ങനെ യഹോവയായ കർത്താവിനെ സങ്കേതമാക്കിയിരിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തോട് അടുത്തിരിക്കുന്ന നമ്മുടെ പണികളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ലഭിക്കുന്ന സമയം നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുകയാണെങ്കിൽ അതാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത്. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുക എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടത് ഞാൻ യഹോവയായ കർത്താവിനെ സങ്കേതമാക്കിയിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷം നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ വൃതാവാക്കി കളയാൻ ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ദൈവം നമ്മളോട് സംസാരപ്പെടുകയും ദൈവത്തോട് എത്രത്തോളം നമ്മൾ അടുത്ത് ചെല്ലുമോ അത്രത്തോളം ദൈവം നമ്മളോട് അടുത്ത് വരുമെന്നാണ്. നിന്റെ സകല പ്രവൃത്തി നമ്മുടെ സകല പ്രവൃത്തിയും ദൈവം കാണുന്ന ദൈവമാണ്. ദൈവത്തിന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. കർത്താവിനെ വർണ്ണിച്ചത് ഒരു പ്രവൃത്തിയില്ല. നമ്മുടെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിനെ യഹോവയായ കർത്താവിന്റെ സങ്കേതം. ഓരോ ദിവസം സങ്കേതമാണ് കർത്താവിന്റെ സങ്കേതവും ബലവും കഷ്ടകാലങ്ങൾ നമ്മളെ അടുത്ത തുണയായിരിക്കും. ഓരോ ദിവസം നമ്മുടെ കഷ്ടങ്ങൾ കൂടിയിരിക്കുന്ന ദൈവമാണ് നമ്മൾ ഓരോ ദിവസവും വഴി നടത്തുന്നത്. അതുപോലെ നമുക്ക് യോഹന്നാൻ സുവിശേഷം 17:19 വാക്യത്തിൽ വായിക്കുന്നു, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടത് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഓരോ ദിവസവും ശുദ്ധീകരണം അവിടെ നമുക്ക് അതിവിടെ കാണാൻ കഴിയുന്ന ശുദ്ധീകരണത്തെ കുറിച്ചാണ്. ഓരോ ദിവസവും നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അല്ലല്ലോ ഓരോ ദിവസവും എന്നെ തന്നെ ഞാൻ മറ്റുള്ളവരെ പറയുന്നതല്ല, നമ്മൾ തന്നെ എന്നെ തന്നെ ഞാൻ പറയുകയാണ്, എന്നെ തന്നെ ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തോട് അടുത്ത് ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ശക്തനായ ദൈവമാണ്. അതുപോലെ അതിൻ്റെ താഴ്വ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും. ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനങ്ങൾ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അത് നമ്മൾ മാത്രമല്ല ശുദ്ധീകരണം പ്രാപിക്കും, നമ്മളോട് കൂടുതലുള്ളൊരു ശുദ്ധീകരണം പ്രാപിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരും വിശ്വസിക്കാൻ വേണ്ടി, നമ്മുടെ വചനം അവർ വിശ്വസിക്കാൻ വേണ്ടി. ഒരു ലോകം പരിധിനെ സംബന്ധിച്ചാകുമ്പോൾ അവർക്ക് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ അവർ ലോകത്തിൻ്റെ മോഹങ്ങളെ നമ്മളെ കണ്ട് ഒരു ദൈവപരിധിയിൽ നമ്മളുടെ കൂടെ ചേർന്ന് വരണമെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണവും നമ്മുടെ ശുദ്ധീകരണവും നമ്മൾ ദൈവത്തോട് എത്രത്തോളം നമ്മളെ മാതൃകയായി തീരുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അതിൽ മാതൃകയുള്ളവരായി തീരുവാൻ അതിൽ നമ്മളെ കാണുന്നത് നമ്മളെ വിശ്വസിക്കുന്നതിന് വേണ്ടി ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ 1 യോഹന്നാൻ 2:15 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ 2:15 വാക്യം, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവൻ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിനുള്ള എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു. ആമേൻ ഹല്ലേലൂയ. ലോകവും അതിന്റെ മോഹവും ഒഴിവുപോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനെ എന്നേക്കും ഇരിക്കുന്നു. ആമേൻ.
ലോകത്തെയും ലോകത്തിനുള്ളതിനെ സ്നേഹിക്കരുത്. ആമേ നമ്മുടെ യേശു കർത്താവ് പിന്നെയും നമ്മളോട് ആഹ്വാനം ചെയ്യാൻ പ്രിയമുള്ളവരെ, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ആമേ ഹല്ലേലൂയ. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹമില്ല. ആമേ നമ്മുടെ പിതാവ് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ പിതാവിനോട് ചേർന്നിരിക്കുന്നത് ഏറ്റവും അത്യാവശ്യമായ കാലഘട്ടമാണ്. ആമേ നമ്മൾ ഈ ലോകത്തിന് മുകളിൽ ലോകക്കാർ ചെയ്യുന്ന പോലെ നമ്മൾ ലോകത്തിന് മുകളിൽ പോലും ദൈവം നമ്മളെ അല്ലെങ്കിൽ നമ്മളെയും തള്ളിക്കളയാൻ കൂടിയാവുന്ന അന്ത്യ കർത്താവ് വരുന്ന നാളിൽ ആ 10 കന്യകമാരെ പോലെ 5 കന്യകമാര് വിളക്കിൽ എണ്ണ എടുത്ത് ഒരുങ്ങിയിരുന്നു. 4-5 കന്യകമാര് വിളക്കിൽ അല്ലെങ്കിൽ ആ എണ്ണ എടുക്കാതെ ഒരുങ്ങിയിരുന്നു. അപ്പൊ മണവാളം വന്ന സമയത്ത്, മണവാളം വിളിച്ച ആ സമയത്ത് അവര് വിളക്കിലെണ്ണ കരുതിയതുകൊണ്ട് അവര് ആ സമയത്ത് എടുക്കപ്പെടുവോടെ. എന്നാൽ 5 കന്യകമാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ കരുതിയില്ല. ആമേ ഹല്ലേലൂയ. അവര് ലോകത്തിന് മുകളിൽ കൂടെ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് അത് കരുതാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു പൈതലിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും എണ്ണ കരുതുന്നവരായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആമേ വചനം ഉണ്ടായിരിക്കും. നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ നമുക്ക് സമയങ്ങൾ കളയാനില്ല. ഈ നാളുകളിൽ ദൈവസേനയിൽ ഇരുന്ന് ആമേ എത്രയോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദൈവസേനയിൽ ഇരിപ്പാൻ, അനേക വിഷയങ്ങളും മധ്യസ്ഥണ അനേക വചനങ്ങൾ വായിപ്പാൻ, ധ്യാനിപ്പാൻ സമയങ്ങൾ വരുത്തിയിരിക്കുന്നത് അത്യാവശ്യം. ആമേ ഹല്ലേലൂയ. പിതാവിന്റെ സ്നേഹം ആമേ എങ്കിൽ ആമേ ഹല്ലേലൂയ ലോകത്തെയും ലോകത്തിനുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹമില്ല. ഹല്ലേലൂയ. അതിൽ താഴോട്ട് വായിക്കുകയാണെങ്കിൽ ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രധാനം. ലോകത്തിലേക്ക് നോക്കാം, ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രധാനം. ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അനേകപ്പെട്ട പലതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തർ വീട് വയ്ക്കുന്നതായാലും ഡ്രസ്സിലായാലും ഓരോരുത്തർ ഒരുങ്ങി പോകുന്നതായാലും ആമേ അവരൊക്കെ ലോകത്തിന് മുകളിൽ കൂടി പോകുന്നതുകൊണ്ട് അവർക്ക് എന്താ ദൈവത്തിന്റെ സ്നേഹം എന്ത് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഇതിൽ നിന്നെല്ലാം ആമേ നമ്മളെ വേറിട്ടിരിക്കുന്ന ആമേ നമ്മൾ ജനമാണ്. ആമേ ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും നന്മയും പ്രസാദവും പൂർണ്ണതയും എന്തെന്ന് ദൈവഗീതം എന്തെന്ന് തിരിച്ചറിഞ്ഞ ദിവസം നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് ഏറ്റവും അത്യാവശ്യമായ കാലഘട്ടമാണ്. അല്ലെങ്കിൽ അതിന് താഴോട്ട് വായിക്കാൻ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവം ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്ക് നിൽക്കും. ഓരോ ദിവസവും ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നേറേണ്ട ഏറ്റവും അത്യാവശ്യം. കുഞ്ഞുങ്ങൾ, ഇത് അന്തിക നാഴികയായ ക്രിസ്തു വരുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആമേ ഇപ്പോൾ അനേക ക്രിസ്തുകൾ എഴുന്നേറ്റിരിക്കുക അന്ത്യനാഴികയാകുന്നതെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അനേക ക്രിസ്തുകൾ വരുന്ന 666 മുദ്ര അമേരിക്കയിലും അതുപോലെ കേരളത്തിലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു, പല ജില്ലകളിലായിക്കൊണ്ടിരിക്കുന്നു. അത് ചിപ്പായിട്ടും മുദ്ര നെറ്റിയിൽ കുത്തി അല്ലെങ്കിൽ അനേക ക്രിസ്തുകൾ കടന്നു വന്നിരിക്കുന്നു. എന്നാൽ കുഞ്ഞാടിന്റെ രക്തം തളിച്ച ഒരു ഭാഗത്തിൽ ഒരു ശത്രുവിന് കയറുവാൻ കഴിയുന്നതല്ല. ആമേ ഹല്ലേലൂയ. നാളെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാകുമ്പോൾ അവരും ഈ കൂട്ടുകെട്ടിലും പലവിധ മോഹങ്ങളും ആയിരിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും ശത്രുത്തോടും രക്തത്താൽ മുദ്രം ചെയ്ത് ഓരോ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. അവർ ഈ ലോകത്തിലെ മോഹം കൂടി നശിച്ചു പോകാതെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ 1 കൊരിന്ത്യർ 13-ാം അധ്യായം. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര. ആമേ നമുക്ക് ദൈവത്തിന്റെ സ്നേഹമില്ലെങ്കിൽ നമ്മൾ ചെമ്പോ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോയി യാതൊരു പ്രയോജനമില്ല. ആമേ ഹല്ലേലൂയ. എന്നാൽ നമുക്ക് അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളോട്ട് വായിക്കുകയാണെങ്കിൽ, അതിലൊന്നും താഴോട്ട് വായിക്കുകയാണെങ്കിൽ സ്നേഹം അധികമായി ചേർക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, അല്ലെങ്കിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം അല്ലെങ്കിൽ ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കെടുക്കുന്നില്ല, അനീതി സന്തോഷിക്കാത്ത സത്യത്തിൽ സന്തോഷിക്കുന്നു.
എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സ്നേഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോവുകയില്ല. ആമേ. നമ്മളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ആമേ എല്ലാം നിലനിൽക്കും. ഹല്ലേലൂയ. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ചിലമ്പുന്നു ചിലമ്പോ ആമേ ഹല്ലേലൂയ ചെമ്പോ ആമേ ഹല്ലേലൂയ മുഴങ്ങുന്ന ഹല്ലേലൂയ ചെമ്പോ ചിലമ്പൊന്ന് കൈത്തളമോ എന്നാണ് അവിടെ പറയാൻ കഴിയും കൊരിന്ത്യയിലെ സഭയോട്. ആമേ അവിടെ അതുപോലെ തന്നെ നമ്മളോട് ഇന്ന് വൽക്കാലം ആമയും സംസാരിക്കുന്ന ദൈവജനത്തിലൂടെ ഹല്ലേലൂയ എന്ന ഈ ലോകത്തിന് അനുരൂപമാകാതെ ഓരോ ദിവസം നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവജനപ്രകാരം ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ ഇന്ന് വൽക്കാലത്തെ ഹല്ലേലൂയ സങ്കീർത്തനം ഹല്ലേലൂയ ഇന്ന് വൽക്കാലം മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തോളം വീടുകളിലും കർത്താവ് സഹായിച്ചു എന്ന അതിലൂടെ അല്പസമയമായപ്പം കർത്താവ് സഹായിച്ചു. നാളിൽ നമുക്ക് ഈ ലോകത്തിന് അനുഭവമാകാതെ നന്മയും പൂർണ്ണ പ്രസാദം ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കുക. ഓരോ ദിവസവും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ആരും ലജിച്ചു പോയിട്ടില്ല, അവരുടെ മുഖം പ്രകാശിതരായി തന്നെ തീർന്നിട്ടുള്ളൂ. എന്നാൽ ഓരോ ദിവസവും പ്രകാശമായി തന്നെ തീരുവാൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കുക. സമയത്ത് ചിന്തിക്കാൻ ദേവദാസന് സമയം കൊടുത്തോളൂ. ദൈവസനെ താങ്ങിയിരിക്കുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സേവമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. Praise the Lord. Hallelujah. 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 ദൈവ സ്നേഹത്തിന്റെ ആഴം ഹല്ലേലൂയ അത് എത്രത്തോളമാണെന്ന് അവൻ രുചിച്ചറിയുവാൻ കഴിയുന്നത് അവൻ ഒരു ദൈവവൈദ്യനാണ്. ഹല്ലേലൂയ. അവൻ ഭാരങ്ങളുടെയും വേദനയുടെയും കഷ്ടതയുടെയും നടുവിൽ പലരും നമ്മെ വിട്ട് മാറിപ്പോകുമ്പോൾ ഹല്ലേലൂയ നമ്മെ അധികമായി സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം എത്രത്തോളമാണെന്ന് രുചിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ചവർ ആരെങ്കിലും ഈ ലൈവിൽ ഇന്ന് പകലുണ്ടെങ്കിൽ അത് കരമടിച്ചത് കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന ദൈവജനൻ ആമേൻ ഇന്ന് പകലിൽ വിവിധ ഭവനങ്ങളിൽ വിവിധ ഹോളുകളിൽ ഒക്കെ ആമേൻ ദൈവജനം അവിടിവിടങ്ങളായി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ നാളുകളായി ആമേൻ അതേ വെള്ളിയാഴ്ച തോറും ആമേൻ ഉപവാസ പ്രാർത്ഥനയായി കൂടി വരുന്നത് പതിവാണല്ലോ. ആമേൻ ഇന്ന് പകൽ ആമേൻ മധ്യസ്ഥ പ്രാർത്ഥനയുമായി കർത്താവിന്റെ ദാസി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ആമേൻ ഇന്ന് ആമേൻ ഈ സമയം ഹല്ലേലൂയ അല്പസമയം കൂടെ ദൈവസന്നിധിയിൽ നാം ഒരുമിച്ചായിരിക്കുന്നതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? ഹല്ലേലൂയ. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ബോധർച്ചകളിൽ നിന്നല്ലയോ? അപ്പോസ്തലനായിരുന്ന യാക്കോബ് അപ്പോസ്തലൻ ആമേൻ ആത്മപ്രേരിതനായി ആത്മാവിന് നിയോഗം പ്രാപിച്ച് അവൻ തന്റെ തൂലിക ചലിപ്പിച്ച് ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് താൻ എഴുതി തുടങ്ങിയത്. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്?
ഹല്ലേലൂയ. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗാഴ്ചകളിൽ നിന്നല്ലയോ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഒരിക്കലും ഇങ്ങനെ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ താൻ എഴുതി, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും അത് തിന്മയായി അവൻ എന്നിൽ അതെ പോരാടുന്ന അത് എന്റെ ശരീരത്തിനകത്ത് പോരാടുന്ന തിന്മ പലപ്പോഴും അവൻ നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യിപ്പിക്കാതെ കണ്ട് എന്നോട് പോരാടിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് പകലിലും ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ അതെ മുഴങ്കാൽ മടക്കുമ്പോഴും അതെ നിന്നിലുള്ള ചില ഭോഗ ഇച്ഛകൾ അതെ നിന്നെ കൊണ്ട് അതെ പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടപ്പിക്കാതെ ശരീരത്തെ രോഗമായിട്ട് വിവിധ വിഷയങ്ങൾക്കകത്ത് നിരാശയിട്ട് നിന്നെ ഒതുക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ അതിജീവിച്ചു മുന്നേറുവാൻ തക്കവണ്ണം ഉയരത്തിലെ ശക്തിയാ നിന്നെ അഭിഷേകം ചെയ്ത് മുമ്പോട്ട് നയിക്കുവാൻ ദൈവം ശക്തിയുള്ളവൻ. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? ഹല്ലേലൂയ. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നോ ലയോ? ഹല്ലേലൂയ. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. ആമേൻ. അതെ, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ട് യാചിക്കുക കൊണ്ട് കിട്ടുന്നില്ല. ആമേൻ. പലരും പ്രാർത്ഥിച്ചു മടുക്കുകയാ. ഇന്ന് പകലിലും വാത്സല്യ കർത്താവിന്റെ ദാസി മധ്യസ്ഥ പ്രാർത്ഥനയിൽ അനേക വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. പലരും വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് മറുപടി കാണാതെ നിരാശപ്പെട്ടു പോകുകയാ. അതെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ദൈവസഭയിൽ പലരും പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്നത് കണ്ടിട്ട്, നിരാശപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട്, അവൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട്, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിരാശപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആത്മാവിൽ പ്രേരിതനായി ദൈവഭക്തൻ ഇങ്ങനെ തന്നെ തൂലിക ചലിപ്പിച്ച് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതി, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ട് കൊണ്ട് കിട്ടുന്നില്ല. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, പലരും പട്ടിണി കിടക്കുന്നുണ്ട്, പലരും സത്യാഗ്രഹം ചെയ്യുന്നുണ്ട്, പക്ഷെ ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? ഹല്ലേലൂയ. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിച്ചുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ മധ്യസ്ഥ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അനുഗ്രഹീതമായ ചിന്ത കർത്താവിന്റെ ദാസിയിലൂടെ നമുക്ക് ദൈവം കൊടുത്ത് കൃപയ്ക്കൊത്തവണ്ണം കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തുടർന്ന് ഈ ഉച്ച സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം 1 മണിയായി കേട്ടോ. വാർത്തതും പൊരിച്ചതും ഒക്കെ കൂട്ടി കഴിക്കേണ്ട സമയമാ. എന്നാൽ ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ പന്തി ഭോജനത്തിൽ ഇരിക്കുകയാ. ഇന്ന് ഭക്ഷണം വേണ്ട എന്ന് വെച്ച് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കിയിരിക്കുന്ന നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഉയരത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ ഏറ്റെടുക്കുവാൻ അത് ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കടകളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ നിന്റെ പുറമെയുള്ള ശരീരത്തെ പോരാടി നിന്നെ തകർക്കാൻ നോക്കുന്ന അന്ധകാര ശക്തി നിന്നെ വിട്ട് ഓടിപ്പോകും. കാരണം നീ കേൾക്കുന്ന വചനം ദൈവത്തോട് നിന്നെ അടുക്കുവാറാക്കുന്നതാണ്. ഹല്ലേലൂയ. പാപ സ്വഭാവങ്ങളിൽ നിന്ന്, ജഡിക സ്വഭാവങ്ങളിൽ നിന്ന് നാം കേട്ടല്ലോ. ഹല്ലേലൂയ. ജഡത്തിന്റെ സ്വഭാവം ഹല്ലേലൂയ ദൈവത്തിന് ശത്രുത്വമാണ്. ഹല്ലേലൂയ. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഹല്ലേലൂയ. 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യമാണല്ലോ ഇന്ന് പകൽ നാം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. വ്യഭിചാരിണികളായുള്ളവരേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ശ്രദ്ധിക്കണമേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന സ്നാനപ്പെട്ടതാണോ നീ? ദൈവസഭയുടെ അംഗമാണോ? മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിന്റെ അകത്ത് വസിക്കുന്നുണ്ടോ? കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുമെന്നുള്ള പ്രത്യാശയോടെ അതിനുവേണ്ടി നോക്കി കാത്തിരിക്കുന്ന ഒരു ദൈവവൈതനാണോ? നീ പ്രാർത്ഥന റൂമിനകത്ത് മുഴങ്ങാൻ മടക്കുന്ന വ്യക്തിയാണോ? അനുദിനം ദൈവവചനം ധ്യാനിക്കുന്ന വ്യക്തിയാണോ?
അങ്ങനെയെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നിനക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് അവൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുവാൻ തന്റെ ശിഷ്യനായ യാക്കോബിനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചപ്പോൾ ദൈവസഭയ്ക്ക് താൻ എഴുതിയത് നാം വായിച്ചത് എന്താണ്? വ്യഭിചാരിണികളായുള്ളവരെ. ആ പദം താൻ ഉപയോഗിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ലോക സ്നേഹം എന്ന് പറയുന്നത് ആത്മീയ വ്യഭിചാരമാണ്. ഹല്ലേലൂയ. വേഗത്തിൽ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ദൈവം എനിക്ക് നൽകിയ ദൂത് പങ്കുവെച്ചത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 7ാം വാക്യം ഒന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ഹല്ലേലൂയ. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിർത്തിയിൽ മിലിറ്ററി പട്ടാളക്കാര് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുകയാണ്. ആമേൻ. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ആയുധം വെച്ച് അവരെന്ത് ചെയ്യാണ്? കീഴടങ്ങുകയാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവസഭയിൽ അംഗമാണെന്ന് പറഞ്ഞിട്ട്, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട്, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ട്, മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞിട്ട് സ്തോത്രവും പറയും. ഹല്ലേലൂയ. കൺവെൻഷനും കൂടും, ഉപവാസ പ്രാർത്ഥനയ്ക്കും കൂടും, സന്ധ്യപ്രാർത്ഥനയ്ക്കുമുണ്ട്, രാവിലത്തെ പ്രാർത്ഥനയ്ക്കുമുണ്ട്, വിശുദ്ധ തിരുമേശയിലുമുണ്ട്. ഒക്കെ ശരിയാ. പക്ഷെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ല. വാഗ്ദത്തങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നില്ല. പരാജയപ്പെട്ടവനായി ഇന്ന് പകലിലും കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകുവാൻ സമയമായി. ഇന്നും അംഗൻവാടി പിള്ളേർ ഇരിക്കുന്നത് പോലെ നീ രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ദൈവകൃപയില അഭിഷേകമുണ്ട്. പക്ഷേ ഉയർന്നു വരുവാൻ കഴിയാതെ നീ ബന്ധിക്കപ്പെട്ടവനായി കഴിയുന്നുവെങ്കിൽ ഇന്ന് പകൽ നിന്നെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒരു യുദ്ധക്കളത്തിലാണ് ഞാൻ നിങ്ങൾ. ഹല്ലേലൂയ. പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അപ്പൊ പിശാച് ആരാന്ന് അറിയട്ടെ. നിനക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന പിശാചിനെ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് എന്ത് ചെയ്യണം? പൗലോസ്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ തിന്മ എന്ന ഒരു ശക്തി എന്റെ അകത്തിരുന്ന് ആ ബുദ്ധിയുമായി ചേർന്ന് പോരാടി എന്നെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാതെ പോരാടുന്ന അഹങ്കാരത്തിന്റെ മണ്ഡലങ്ങളോട് അതിജീവിക്കുവാൻ ഉയരത്തിലെ വചനം എന്റെ അകത്ത് ദൈവ ശക്തിയായി വ്യാപരിക്കുവാൻ തക്കവണ്ണം എന്നെ തന്നെ ദിനം പ്രതി ഞാൻ ക്രൂശിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മീയ വെളിപ്പാട് പ്രാപിച്ച് നിന്നെ പോരാടുന്ന ജഡത്തിന്റെ ഇച്ഛകളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു ഉയരത്തിലെ ശക്തിയെ ഞാനും നിങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങുവിൻ. കീഴടങ്ങുവാൻ കഴിയാത്ത മേഖലകളെ കീഴടക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ ദണ്ഡിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനപ്രകാരം ദൈവത്തോട് അടുത്തു ചെന്ന് ദൈവത്തിന് കീഴടങ്ങുവാൻ ആര് തയ്യാറാകുമോ അവർക്കാണ് പിശാചിന്റെ പ്രവൃത്തികളെ എതിർക്കുവാനുള്ള ഉയരത്തിലെ ശക്തി ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിൽ അവന്റെ ബലത്തിൽ ശക്തിപ്പെടുവിൻ. എന്തിനാണ്? പിശാചിനോടും അവന്റെ തന്ത്രങ്ങളോടും എതിർത്ത് നിൽക്കുവാനാണ്. ഹല്ലേലൂയ. കുഞ്ഞെ, നിനക്ക് വചനം വായിക്കാൻ സമയമുണ്ടോ? നിനക്ക് മൊബൈലിൽ കയറി ടിക്ടോക്ക് പോയല്ലോ, ഇനി ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇൻസ്റ്റഗ്രാമിനകത്ത് നിന്റെ ഫോട്ടോ ഇട്ടോണ്ടിരുന്ന പിശാചിനോട് എതിർക്കാൻ ഉയരത്തിലെ ശക്തി നിനക്ക് കിട്ടത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം, ജീവന്റെ വചനം, ഉൾനട്ട വചനം, അത് വായിക്കുവാൻ, ഗ്രഹിക്കുവാൻ, അത് വിശ്വസിക്കുവാൻ ആര് തയ്യാറാകുമോ അവർക്കത്രേ ഉയരത്തിലെ ശക്തി ലഭിക്കുന്നത്. ഹല്ലേലൂയ. ആ ശക്തിയുള്ളവർക്ക് മാത്രമേ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. എന്ന് പകരം വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നിനക്ക് ഉദ്യോഗം ഉണ്ടാകാം, നിനക്ക് പഠിപ്പുണ്ടാകാം, നിനക്ക് ഗ്രാമർ ഉണ്ടാകാം, നിനക്ക് പലതും ഉണ്ടാകാം. എന്നാൽ ഉയരത്തിന് അഭിഷേകം നിന്റെ പേരില്ലെങ്കിൽ കൊണ്ട് നടക്കുന്ന ദുഷ്ട പിശാച് നിന്റെ തലമുറയെ തകർക്കുവാൻ
അനേക ഉന്നതന്മാർ കൂപ്പ് കുത്തി വീണുകൊണ്ടിരിക്കുന്നു. ആമേൻ, അതിനകത്ത് നീ അകപ്പെട്ട് തകർന്നു പോകാതെ ആമേൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ആമേൻ മുൻപോട്ട് പോകുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ കേൾക്കുന്ന വചനം നീ വിശ്വസിച്ച് ദൈവത്തിന് കീഴടങ്ങാമെങ്കിൽ ഹല്ലേലൂയ, ഉയരത്തിലെ അഭിഷേകം, ഉയരത്തിലെ ശക്തി നിന്റെ മേൽ അതേ വെളിപ്പെടുവാൻ തക്കപ്പെട്ടവടെയായിത്തീരും. നിനക്ക് മാത്രമേ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ അവയെ നിനക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാം ആമേൻ അതേ സ്ത്രീ ബലഹീന പാത്രമാണെന്ന്. എന്നാൽ ലോകത്തിൽ അനേക സ്ത്രീകൾ ആമേൻ അതേ പുരുഷന്മാരെ വെട്ടി പീസാക്കി ആമേൻ പൊളിത്തീൻ കവറിലാക്കി അതേ ട്രാവലിംഗ് ബാഗിൽ കൊണ്ടുപോയി അതേ ആരും അറിയാതെ നശിപ്പിക്കുവാൻ അതേ കഴിവുള്ളവരാക്കി ആമേൻ സ്ത്രീകളെ ശക്തീകരിക്കുന്ന ദുഷ്ട പിശാച് ആമേൻ കൊടികുത്തി വാഴുന്ന ഈ ദുഷ്ട ലോകത്ത് ദൈവത്തിന്റെ പൈതലെ നീ തകർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിന് കീഴ്പ്പെട്ട് ഉയരത്തിൽ അഭിഷേകം പ്രാപിച്ച് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ പ്രാപ്തിയുള്ളവരായി മാറണം. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മനസ്സുണ്ട്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ കേൾക്കുന്ന വചനം നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അല്പസമയം വചനം കേൾക്കാൻ നീ തയ്യാറാണോ? നിനക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയും. ആ വീട്ടിലെ TV ഒന്ന് ഓഫ് ചെയ്യുക. ആമേൻ, ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണമൊക്കെ മൂടി വെച്ചിട്ട് ആമേൻ അതെ ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഇരുന്ന് ദൈവവചനം ഒന്ന് ആർത്തിയോടെ നീ ഒന്ന് കേൾക്കാൻ തയ്യാറാകുക. ഇന്ന് പകൽ ഈ ലൈവിലൂടെ നീ കേൾക്കുന്ന വചനം നിന്റെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. അവൻ നീ ദൈവത്തോട് അടുത്തു ചെല്ലാമെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ കണ്ണുനീരിലും ദുഃഖത്തിലും ആക്കിയിരിക്കുന്ന നിന്റെ നന്മയെ നീ അനുഭവിക്കാതെ കണ്ട് അതെ നിന്റെ നന്മയെ അപഹരിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടനോട് അവൻ എതിർത്ത് നിൽക്കുവാൻ ഉയരത്തിൽ അഭിഷേകം ദൈവത്തോട് അടുത്തു ചെല്ലുന്ന നിന്റെ മേൽ സ്വർഗ്ഗം പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വിശ്വസിക്കുന്ന അമ്മ കരം പഠിക്കാണ്. അവൻ നീ ദൈവത്തോട് അടുത്തു ചെല്ലാമെങ്കിൽ അവൻ നിന്റെ തലമുറയെ ഇല്ലാതാക്കുന്ന നിന്റെ നന്മയെ അവതരിക്കുന്ന നിന്റെ ശരീരത്തെ രോഗത്താൽ അതേ ഒരു മൂലയിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ആ പൈശാചികൾ നിന്നെ വിട്ട് ഓടിപ്പോകുവാൻ ഇടയാകും. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. ഹല്ലേലൂയ. അവൻ ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു ശുദ്ധീകരണം എവിടെയാ വേണ്ടത്? നിന്റെ പുറത്ത് സോപ്പിട്ട് ആമേൻ അതേ വേറെ ലെവലിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന നിന്റെ ആ സ്വഭാവമില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ടൊന്നും ആമേൻ നിനക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടൊക്കെ ലോകത്തിൽ കാണാനുള്ളെന്ന ആരോടെങ്കിലും അടുക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. ആമേൻ നിന്റെ ഗ്ലാമർ കണ്ട് പലരും നിന്റെ പുറകെ വരുമെന്ന്. പക്ഷെ നിന്റെ പുറമെയുള്ള ഗ്ലാമർ കണ്ട് അടുത്ത് വരുന്നവരല്ല സ്വർഗത്തിലെ ദൈവം. നിന്റെ അകത്തെ ശുദ്ധി കണ്ട് ആമേൻ അകത്തെ നിഷ്കളങ്കത കണ്ട് നിന്നോട് അടുത്ത് വരുന്നവരാ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് ബ്യൂട്ടി പാർലറിൽ കൊടുത്ത് പുറമെ ഗ്ലാമർ വരുത്തിയ ആമേൻ നിന്റെ പുറകെ നടക്കാൻ പലരും കാണും. എന്നാൽ നിന്റെ പുറമെയുള്ള ശുദ്ധി കണ്ടല്ല സ്വർഗം നിന്റെ അടുത്ത് വരുന്നത്. നിന്റെ അകത്തെ ശുദ്ധി കണ്ട അകത്തെ വെടിപ്പ് കണ്ട ആമേൻ ഇന്ന് പകൽ നിന്റെ അകത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ജീവന്റെ വചനം നിന്റെ അകത്ത് കേൾക്കത്തക്ക വിധത്തിൽ നീ ഇരിക്കുന്ന ഭവനത്തിൽ ഈ ലൈവിലൂടെ ആമേൻ ക്രമീകരണം ഒരുക്കി എന്റെ ദൈവത്തിന് ഇന്ന് പകൽ നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ആമേൻ അതേ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട നിന്റെ ബോയ് ഫ്രണ്ടിനോട് അടുക്കാനുള്ളതല്ല, ഗേൾ ഫ്രണ്ടിനോട് അടുക്കാനുള്ളതല്ല. ഭർത്താവുണ്ടായിട്ടും ഭർത്താവിനെ അറിയാതെ രഹസ്യമായി അവൻ ചാറ്റ് ചെയ്യുന്ന വ്യക്തിയോട് അടുക്കാനുള്ളതാ അല്ല. ഹല്ലേലൂയ. ഭാര്യ ഉണ്ടായിട്ട് ഭാര്യയെ മറച്ച് ആമേൻ ആമേൻ കണ്ട ആമേൻ വ്യക്തികളോട് അടുക്കുവാനുള്ളതല്ല. ഇന്ന് പകൽ നീ കേൾക്കുന്ന വചനം അത് നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന വചനമാ. അത് നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാ. ഹല്ലേലൂയ. ആമേൻ ഇന്ന് പകൽ ആ വചനത്തിന് കീഴടങ്ങുവാൻ ആമേൻ കൃപയും സത്യവും നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ പാർത്ത നമ്മുടെ കർത്താവിന് കീഴടങ്ങുവാൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിന് ആര് കീഴടങ്ങുവാൻ തയ്യാറാകും? അവർക്കത്രേ ഉയരത്തിൽ അഭിഷേകം ലഭിക്കുന്നത്, അവർക്കത്രേ ഉയരത്തിലെ ശക്തി ലഭിക്കുന്നത്, അവർക്കത്രേ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നത്. എന്ന് പകൽ ആമേൻ പറഞ്ഞ് കലമടിക്കുവാൻ എത്ര പേർക്ക് കഴിയും?
അവൻ 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഹല്ലേലൂയ. അവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. ലോകത്തിൽ പലതും ഉണ്ടെന്നേ, പല മോഡലിലും പല രൂപത്തിലും പല ഷേപ്പിലും അവൻ ഓരോ ദിവസവും നിന്നെ മോഹിപ്പിക്കത്തക്ക വിധത്തിൽ പല മോഡലും വന്നുകൊണ്ടിരിക്കും. അത് ഹെയർ സ്റ്റൈൽ ആകട്ടെ, അത് വസ്ത്രധാരണമാകട്ടെ, ഫാഷൻ ലോകമായത്. അവൻ നമുക്കറിയാം, ഒന്നാമത്തെ കുടുംബമായ ആദാമിന്റെ കുടുംബത്തെ പരാജയത്തിലേക്ക് കൂപ്പുകൂട്ടി വീഴ്ത്തുവാൻ തക്കവണ്ണം അവളുടെ കണ്ണിന്റെ മുമ്പിൽ അതേ ഫാഷനായി, ആ മോഡലായി. ഹല്ലേലൂയ. പിശാച് വന്ന് അവളെ അമ്പെ പരാജയപ്പെടുത്തി. ഇന്ന് പകൽ നിന്റെ കണ്ണിന് കാണുന്നത് വാങ്ങിച്ചു കൂട്ടാൻ വ്യഗ്രത കാട്ടുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, ഉള്ളതിൽ തൃപ്തിപ്പെടണം. വെട്ടിപ്പിടിക്കുവാൻ ഓടുന്ന ഈ ഓട്ടത്തിനകത്ത് തകർന്നു പോകുന്നത് നിന്റെ ജീവിതമാ, നിന്റെ തലമുറയാ, നിന്റെ ജീവിതമാ. നിനക്കുള്ളതിൽ സംതൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ നീ തയ്യാറായാൽ അതിനെ വർദ്ധിപ്പിക്കുവാൻ അവൻ നിന്നെ ഉരുവാക്കിയ സർവശക്തനായ ദൈവത്തിന് കഴിയും. അനീതിക്ക് കൂട്ടുനിന്ന് അന്യായമായി വെട്ടിപ്പിടിക്കുവാൻ അത് ശ്രമിക്കുന്ന നിന്റെ ഉള്ളതും കൂടെ തകർന്നു പോകുവാനിടയാ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിൽ പലതും സംഭവിക്കുന്നു, ലോകത്തിൽ പലതും നീ കാണുന്നു. അതിനെ സ്വന്തമാക്കുവാൻ നീ ശ്രമിച്ചാൽ നിന്റെ ഉള്ളതും കൂടെ നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയാ. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം നമുക്കറിയാം. ജഡത്തെ മോഹിച്ചു പോയവരെല്ലാം അമ്പയെ പരാജയപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ഹൃദയപ്രകാരം ആയിരുന്ന മനുഷ്യനത്രേ ദാവീദ്. ദാവീദ് ഒരിക്കൽ തന്റെ കിളിവാതിലുകളിലൂടെ താൻ കാണാൻ പാടില്ലാത്തത് കണ്ടപ്പോൾ ദാവീദിന്റെ അകത്ത് ഒരു മോഹമുണ്ടായി. ഊരിയ രാജാവിന്റെ ഭാര്യ അവൻ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു മോഹമുണ്ടായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ അഭിഷേകമുള്ളവനാകാം, നീ ദൈവകൃപയുള്ളവനാകാം, ദൈവിക വിളിയുള്ളവനാകാം. അവൻ പലതും പറയുവാൻ നിനക്കുണ്ടാകാം. എന്നാ നിന്റെ അകത്ത് മോഹം കയറിയാൽ, ജഡമോഹം അതെ ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പിന്നീട് അവൻ പറയുകയാണ്, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അത് തിരികെ തരണമേ എന്ന് നിലമ്പാട് വീട് കരയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് ആമേൻ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഭക്തനായി ജീവിച്ച ഒരു അഭിഷക്തൻ ആമേൻ തന്റെ കണ്ണിന് കണ്ടത് സ്വന്തമാക്കുവാൻ അത് തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, എന്താ കണ്ടത്? ഒരു ജഡമാണ്, ഒരു ശരീരമാണ്, ഒരു വ്യക്തിയെയാണ്. അതുകൊണ്ടാണ് ആമേൻ കൽപ്പന എഴുതി കൊടുത്തപ്പോൾ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, കൊല ചെയ്യരുത്. നോക്കിക്കേ, ഇത്യാദി വിഷയങ്ങൾ ദൈവം ആമേൻ നിയമങ്ങളായി കൊടുത്തിട്ട് ആ നിയമത്തെ ലംഘിച്ച അതേ ഭക്തരായ അവൻ ദാവീദിന്റെ ജീവിതത്തിൽ അവനെല്ലാം ഉണ്ടായിട്ടും അവന് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയാതായപ്പോൾ അവൻ ദൈവസന്നിധി നിലപാടുകൊണ്ട് കരയുവാൻ തയ്യാറായി. ദൈവമേ, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഹല്ലേലൂയ. ആമേൻ. സഹോദര, ആമേൻ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഹല്ലേലൂയ. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. നോക്കണമേ, ജഡമോഹം ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ഇത് ഈ ലോകത്തിൽ നിന്നുള്ളതാ. കൺമോഹം, ഒന്നാമത്തെ കുടുംബത്തെ തകർത്തത് കൺമോഹമാണ്. അവിടെ കണ്ണിൽ കാണിച്ചത് TV തുറക്കുമ്പോൾ, ഇന്റർനെറ്റ് തുറക്കുമ്പോൾ, മൊബൈൽ തുറക്കുമ്പോൾ, നീ നടന്നു പോകുമ്പോൾ ഒക്കെ കാണുന്നത് സ്വന്തമാക്കുക. അതിനെ പിൻപറ്റിയ നിന്റെ ജീവിതം തകർന്ന് കരിപ്പണമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ കാണേണ്ടത് എന്തായിരിക്കണം? നീ കേൾക്കേണ്ടത് എന്തായിരിക്കണം? നീ വിശ്വസിക്കേണ്ടത് എന്തായിരിക്കണം?
രക്ഷിക്കപ്പെട്ടവരോടാ, സ്നാനപ്പെട്ടവരോടാ, ഉപവസിക്കുന്നവരോടാ, പ്രാർത്ഥിക്കുന്നവരോടാ. കുഞ്ഞെ, നീ സ്നാനപ്പെട്ടതാണോ? മാതാവേ, പിതാവേ, നിന്റെ മേൽ അഭിഷേകമുണ്ടോ? നീ ദൈവസഭയുടെ അംഗമാണോ? നീ വേർപെട്ട് ജീവിക്കുന്നവനാണോ? നീ വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുന്നവനാണോ? നീ ദൈവവൈതലെന്ന് ലേബലിൽ ജീവിക്കുന്നവനാണോ? അങ്ങനെയെങ്കിൽ ലോകക്കാരെ പോലെ ആകാൻ പാടില്ല, അവരോട് സഖ്യത പാടില്ല. ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. പിന്നെ അവനിലുള്ള സ്നേഹം ആരുടേതാ? പിശാചിന്റേതാ. അവൻ തന്ത്രശാലിയാ. അവൻ പലരെയും വശീകരിക്കും. അവൻ പലരെയും കുരുക്കിൽ വീഴ്ത്തും. പലരെയും ചതിച്ചു കൊല്ലും. അവന് ദൈവ്യാഗ്രഹമാണ്. അവന് പണമുണ്ടാക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ആരെ കൊന്നിട്ടായാലും ആരെ പറ്റിച്ചിട്ടായാലും പണമുണ്ടാക്കണം. 6 അടി മണ്ണിലേക്ക് പോകുന്ന മനുഷ്യ, നീ സമ്പാദിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്ക് നന്നായിട്ട് അനുഭവിച്ച് മരിക്കാൻ പറ്റുമോ? നീ ഉണ്ടാക്കുന്ന ധനം ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുവാനും നിന്റെ ശരീരത്തിൽ കണ്ണുനീരും ദുഃഖവും കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ ഒരു രാത്രി പോലും മര്യാദയ്ക്ക് ആഹാരം കഴിച്ച് കുടുംബത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത നീ എന്തിനാ വെട്ടിപ്പിടിക്കുവാൻ ഈ വ്യഗ്രത കാട്ടുന്നേ? ഈ വെട്ടിപ്പിടിക്കുന്നതല്ല, ഒരു ദിവസം നീ അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടുവാൻ കഴിയാതെ നീ നിലച്ചു കിടക്കുമ്പോൾ നീ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണ്ടേ? അതുകൊണ്ട് അന്യായമായി സമ്പാദിക്കുന്ന നിന്റെ ഈ ഓട്ടം നിർത്തിയിട്ട് ന്യായമായി സമ്പാദിക്കുവാൻ, ന്യായമായി സമ്പാദിക്കുന്നത് മാത്രമേ നിനക്ക് നിലനിൽക്കത്തുള്ളൂ. അല്ലാത്തത് നീ എത്ര സ്വരൂപിച്ചാലും അത് നിനക്ക് ഉപകാരമാകത്തില്ല. അത് പല വിധത്തിൽ തകർന്നു പോകും, സ്വസ്ഥത നഷ്ടപ്പെടും. അകാലത്തിൽ പൊലിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ സിട്ടാവാൻ ദൈവത്തെ ഭയപ്പെട്ട് നീ ജീവിക്കുവാൻ തക്കവണ്ണമിടയാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഹല്ലേലൂയ, ആമേൻ. നമുക്കറിയാം, അബ്രഹാമും ലോത്തും ഒരുമിച്ചായിരുന്നപ്പോ ലോത്ത് നീരോവട്ടമുള്ള പ്രദേശം കണ്ടു. അവൻ അതിലേ പോയി. അവൻ പോയ ആ പട്ടണം സോദോം ലൈംഗിക അരാജകത്വം കുടിയൊത്തി വാഴുന്ന ഒരു ആമേൻ മേഖലയായിരുന്നു. തന്റെ തലമുറ അത് കണ്ട് കേട്ടു. മദ്യപാനിയായി വീഞ്ഞു കുടിക്കുന്ന സ്വഭാവമുണ്ടായി. തന്റെ ആമേൻ ഭാര്യ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, അവള് ഈ ലോകത്തിന്റെ അതേ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചവളായതുകൊണ്ട് ആ ന്യായവിധിക്കകത്ത് നിന്ന് ഓടാൻ പറഞ്ഞപ്പോൾ ഓടാൻ തയ്യാറാകാതെ ഇന്നും ഉപ്പുതൂണായി ഭവിച്ചു. ഹല്ലേലൂയ. എനിക്കറിയാം, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം ആമേൻ അതേ അല്പസമയ ദൈവവചനം ആമേൻ ചിന്തിക്കുവാനായിട്ട് തന്ന സമയമാ. ഇത് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുവാൻ ഉതകുന്ന വചനമായതുകൊണ്ടാ ഇന്ന് പകൽ ആമേൻ ഇത്ര ആധികാരികമായി പറയുന്നത്. ഹല്ലേലൂയ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കഷ്ടതയുള്ള, ഈ ദുഷ്ടമുള്ള, ഈ പ്രതികൂലങ്ങളുള്ള ലോകത്ത് ഞാനും നീ തകർന്നു പോകാതെ ദൈവം നൽകിയ ആയുസ് ജീവിച്ച് തീർക്കുവാനുള്ളതാ. ഹല്ലേലൂയ. അത് സമാധാനത്തോടെ ജീവിക്കുവാനുള്ളതാ, അത് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ളതാ. എന്നാൽ ലോകവും അതിന്റെ പോകും. ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ലോകത്തില് വലിയ സ്റ്റാർ ആകാൻ വേണ്ടി നോക്കിയവരല്ല. വൃക്ഷത്തിന്റെ ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലെ ആമേൻ അവര് കൊഴിഞ്ഞു വീണ് മണ്ണോട് മണ്ണായിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം എത്ര എത്ര സുന്ദര ആമേൻ മോഹന ആമേൻ അതെ സ്വപ്നങ്ങളൊക്കെ കണ്ടു നടന്ന എത്രയോ എത്രയോ നടീനടന്മാരാ, എത്രയോ സൗന്ദര്യവതികളാ, എത്രയോ ആമേൻ പേരുകൾ അതെ പെരുമകൾ ഉണ്ടാക്കിയവരാ ലോകത്തിൽ നിന്ന് പെടുന്നതിനെ തകർന്നു പോയത്. ഹല്ലേലൂയ. വെട്ടിപ്പിടിക്കാൻ നോക്കിയവരല്ലേ. സൗന്ദര്യപരമായി, കായികപരമായി, ആഡംബരപരമായി എല്ലാ നിലയിലും മികവ് അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ
അതെ വലിയവരാണെന്ന് ആമേൻ കാണിക്കുവാൻ വ്യഗ്രത കാണിച്ചവരെല്ലാം അമ്പയെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് വചനം പറയുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഈ ഭാരമുള്ള, വേദനയുള്ള, കഷ്ടമുള്ള, പ്രതികൂലമുള്ള ഈ ലോകത്ത് ഇന്നും നീ ഇരിക്കുന്നത് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ തയ്യാറായത് കൊണ്ടല്ലേ. എന്താ ദൈവത്തിന്റെ ഇഷ്ടം? നമ്മുടെ ശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, ഇന്ന് പകലിൽ നീ ആയുസ്സോടെ ഇരിക്കുന്നത് എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെട്ട് ഒരു ദൈവവൈതലായി മാറിയത് കൊണ്ടല്ലേ ഇന്ന് നീ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. നിന്റെ പ്രായത്തിലുള്ള പലരും ഒരു പനി വന്നപ്പോ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആമേൻ. ഒരു നെഞ്ചുവേദന വന്നപ്പോ അത് അറ്റാക്കായി, സൈലന്റ് അറ്റാക്കായി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോ എത്ര വലിയ വേദന നിനക്ക് വന്നു, എത്ര വന്ന് ആമേൻ വയറ്റുവേദന നിനക്ക് വന്നു, എത്ര വലിയ വൈറൽ ഫീവർ നിനക്ക് വന്നു. ഹല്ലേലൂയ. അതിലൊന്നും തീർന്നു പോകാതെ ദൈവം നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ടാ. ഇന്ന് പകൽ ആമേൻ കരമടിച്ച് എത്ര പേർക്ക് ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ആമേൻ സർവശക്തനായ ദൈവം ആമേൻ യെശയ്യാവിലൂടെ തന്റെ ജനത്തോട് ഇടപെട്ടത് ഇങ്ങനെയാണ്: നിന്റെ സൃഷ്ടാവാകുന്ന നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ആമേൻ. നിന്റെ സൃഷ്ടാവായ നിന്റെ ഭർത്താവ്. നമുക്കറിയാം, ഒരപ്പൻ തനിക്കുണ്ടായ മക്കളെ വളർത്തി വലുതാക്കുകയാണല്ലേ, പോറ്റി പുലർത്തുകയാണല്ലേ. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോ അവർക്ക് വേണ്ടുന്നതെല്ലാം എത്തിച്ചു കൊടുക്കും. അവരെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്നതെല്ലാം എത്തിച്ചു കൊടുക്കും. അവര് വളരുന്നതിനനുസരിച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കും. അതാണല്ലോ ഒരു അപ്പൻ. ഹല്ലേലൂയ. ആ അപ്പൻ തന്റെ കുഞ്ഞിനെ വളർത്തി, പെൺകുഞ്ഞാണെങ്കിൽ വളർത്തി വലുതാക്കി ആമേൻ അതെ വിവാഹപ്രായമാകുമ്പോൾ തക്കതായ തുണയെ കണ്ടെത്തി ആമേൻ കൊടുക്കുവാൻ തയ്യാറാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ കുഞ്ഞ് ഒരു ആമേൻ ജീവിത പങ്കാളിയുമായി ജീവിക്കുമ്പോൾ അപ്പൻ പരിചരിച്ചതുപോലെ, അപ്പൻ കൊണ്ടു കൊടുത്തതുപോലെ തന്റെ ഭർത്താവ് തന്നെ കരുതുവാൻ, സംരക്ഷിക്കുവാൻ കൊണ്ട് എന്ത് ചെയ്യുന്നു? തയ്യാറാകുന്നു. അതാണ് വിവാഹം എന്ന് പറയുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് തന്നെ ഭാര്യ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പോ ഒരപ്പന്റെ ലാളന, ഒരപ്പന്റെ ആ കരുതൽ എന്തോ അത് തന്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. നോക്കിക്കേ, അപ്പൻ ആ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നത് പോലെ ആമേൻ അതെ ശരീരത്തിലും മനസ്സിലും ആമേൻ എന്തെങ്കിലും ദുഃഖമുണ്ടായി എന്തെന്ന് തിരക്കി ആ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുവാൻ തയ്യാറാകുന്നത് പോലെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ പരിചരിക്കുവാൻ തുടങ്ങുകയാ, വാങ്ങിച്ചു കൊടുക്കുകയാ, കരുതുകയാ, സ്നേഹിക്കുകയാ. ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഇസ്രായേൽ ജനത്തോട് യെശയ്യാവിലൂടെ ദൈവം ആമേൻ സംസാരിക്കുകയാ. എന്താ സംസാരിക്കുന്നത്? നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, നിന്റെ സൃഷ്ടാവാകുന്ന നിന്റെ ഭർത്താവ്, സൈന്യങ്ങളെ യഹോവ എന്നാകുന്ന അവന്റെ നാമം, ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയും യുടെയും ദൈവം എന്നവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ. സർവഭൂമിയുടെയും ദൈവമായിട്ട് ഹല്ലേലൂയ ആമേൻ ആയിരിക്കുന്നവൻ. നമുക്കറിയാം, നല്ല നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളുടെ ഭാര്യയായി ജീവിക്കാൻ സാധിച്ചാൽ എന്തൊരു സന്തോഷമായിരിക്കും. നല്ല ആരോഗ്യമുള്ള, നല്ല സാമ്പത്തിക ഭദ്രതയുള്ള, നല്ല സാമൂഹിക ബന്ധമുള്ള ഒരാളുടെ ഭാര്യയായി ജീവിക്കാൻ സാധിച്ചാൽ ആ വ്യക്തി ദൈവവുമായിട്ട് കണക്റ്റഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ ആ ഭാര്യയുടെ ജീവിതം എത്ര സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. ഒന്നിനും അല്ലലില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടായി കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി എന്ത് ചെയ്യാണ്? ആ ഭവനം മാറ്റപ്പെടുകയാണ്. ഇതൊക്കെ സ്വപ്നം കാണാനേ പറ്റുന്നുള്ളൂ പാസ്റ്ററെ. ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ഇസ്രായേൽ ജനത്തോട് സ്വർഗം പറയുകയാണ്, നിന്റെ സൃഷ്ടാവാകുന്ന നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ
സ്ത്രീരംഗത്തെ ആമേൻ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവസഭ ആമേൻ സഭയെ അതേ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ആമേൻ മണവാളൻ വന്ന് അതേ കല്യാണം വേളി കഴിക്കുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭയിൽ അംഗമായിരിക്കുന്ന എന്നോടും നിന്നോടും ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് എഴുതിപ്പിച്ച വചനത്തിലൂടെ ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഒരു ഭാര്യ തന്റെ വേദന, തന്റെ സങ്കടം, തന്റെ ആവലാതി തന്റെ ഭർത്താവിനോട് പങ്കുവെക്കുന്നത് പോലെ അല്ലെ, തന്റെ ശരീരത്തിലെ എന്ത് വേദനയോ എന്ത് ബുദ്ധിമുട്ടോ എന്ത് പ്രയാസവും ഉണ്ടായാൽ ആമേൻ അത് മനസ്സിലാക്കി ആമേൻ താങ്ങായി തണലായി നിൽക്കുന്നവനാ ഭർത്താവ്, തക്ക തുണ. അപ്പൊ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി. അയ്യോ എന്റെ പൊന്നു പാസ്റ്ററെ, എന്റെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞ കുടിയും കഴിഞ്ഞ് വന്നിട്ട് ആമേൻ അതെ പിന്നെ പറയണ്ട, അടി ഇടി ചവിട്ട് തൊഴി. ഒരു ഭർത്താവ് എന്ന് പറയുന്നത് തക്ക തുണയായി നിൽക്കേണ്ടവനാ. ഒരു ഭാര്യ എന്ന് പറയുന്നത് തക്ക തുണയായി നിൽക്കേണ്ടതാ. ഹല്ലേലൂയ. കണ്ണുനീരോടെ, വേദനയോടെ, നിരാശയോടെ ആരെങ്കിലും ഇന്ന് പകൽ അയ്യോ എന്റെ ജീവിതം ഇങ്ങനായി പോയല്ലോ എന്ന് ആവലാതിപ്പെട്ട് കരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ ശക്തനായ ഒരു ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നിന്റെ സൃഷ്ടാവാകുന്ന നിന്റെ ഭർത്താവ് ഹല്ലേലൂയ സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകും നിന്റെ വീണ്ടെടുപ്പുകാർ, സർവഭൂമിയുടെ ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഇന്ന് പകൽ ഈ ദൈവവുമായിട്ടൊന്ന് അടുക്കാൻ തയ്യാറാകാം. ഹല്ലേലൂയ. യെശയ്യാവ് 54:6 നമ്മൾ വായിക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ടു മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ, ഇന്ന് പകൽ ഒരു ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട മനോവ്യസനത്തിലിരിക്കുന്ന ഒരു സ്ത്രീയെ പോലെ ആകുന്നുവോ ദൈവവൈതലേ നീ? ഭർത്താവ് ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, എല്ലാം ഉണ്ടെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ പോലെയാണോ നീ? ആമേൻ. യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, നല്ല പ്രായത്തിൽ സ്വപ്നം കണ്ടു, വിവാഹം കഴിഞ്ഞു, പക്ഷേ ആ ഭർത്താവ് ഉപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞു. ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? ഹല്ലേലൂയ. വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ചതാ, വളരെ പ്രാർത്ഥനയോടെ ആരംഭിച്ചതാ. ഹല്ലേലൂയ. ഒരു ദൈവമുണ്ടെന്ന് നന്നായി അറിയാമെന്നേ, ഇതിനെല്ലാം അറുതി വരുമെന്നും വിശ്വസിക്കുന്നു. പക്ഷെ ഇന്ന് നീ വ്യസനത്തോടെയാണോ? ഇന്ന് നീ കണ്ണുനീരോടും ദുഃഖത്തോടുമാണോ? നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേൽ ഗൃഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസ പാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസ പാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യാക്കോബ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതി തുടങ്ങിയപ്പോൾ നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന് വരുന്നു? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ? സഹോദര, നിന്റെ വീട്ടിലെ വഴക്ക് വിടുന്ന കുഞ്ഞെ, നിന്റെ അകത്തെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പനും അമ്മയും നിനക്കെതിരെ ശബ്ദമുണ്ടാക്കുന്നത്? സത്യവേദ പുസ്തകം വായിച്ച് അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ശക്തിപ്പെട്ട് ലോകമോ അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നതുകൊണ്ട് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇതൊക്കെ ലോകത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അതിനോടൊക്കെ എതിർത്ത് നിൽക്കുവാനുള്ള ദൈവകൃപ ഉയരത്തിൽ നിന്ന് പ്രാപിക്കുക. ഉൾനണ്ടതായ ജീവന്റെ വചനം രാവെന്നോ പകലെന്നോ ഇല്ലാതെ അത് വായിക്കാനും ഗ്രഹിക്കുവാനും ധ്യാനിക്കുവാനും ആര് തയ്യാറാകും? അത് നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അത് ഉയർത്തുക തന്നെ ചെയ്യും. നീ പഠിക്കുന്ന സ്ഥാപനത്തിൽ, വിദ്യാലയത്തിൽ നിന്നോളം അതേ വരുന്ന ആരും ഉണ്ടാകത്തില്ല. അതേ നമ്പർ 1 ആയി, ബെസ്റ്റ് സ്റ്റുഡന്റ് ആയി നീ ഉയർന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാ. ദൈവ ഭക്തിയുള്ളവളാ, ദൈവ കൃപയുള്ളവളാ, ദൈവിക ജ്ഞാനത്തിൽ വേരൂന്നി വളരുവാൻ നീ തയ്യാറായാൽ ഹല്ലേലൂയ നീ ഉയരുമെന്ന്. ഹല്ലേലൂയ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവയെല്ലാം ലോകത്തിൽ നിന്നുള്ളതാ. അതുകൊണ്ട് പിരിയവും അടിച്ച് ആമേൻ നഖവും നീട്ടി ആമേൻ പിശാചിനെ പോലെ കോലം കെട്ടി നടന്ന നീ അമ്പേ പരാജയപ്പെടും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ അതെ ആൺകുട്ടികളാണെങ്കിൽ മുടിയൊക്കെ ഏതാണ്ട് ആമേൻ ഈ കോഴിയുടെ പൊരുന്ന കോഴിയുടെ പുറകിൽ എങ്ങനെയാ മുടിയൊക്കെ ഇങ്ങനെ അല്ലേ? ഹല്ലേലൂയ. അവിടവും പഠിച്ച് ഇവിടവും പഠിച്ച് ഇതൊക്കെ കണ്ട് പുറകെ വരുന്ന പെൺപിള്ളാരെ ഇഷ്ടപ്പെടുന്നു വിചാരിച്ച് നീയും പോകും, നിന്റെ ഇഷ്ടപ്പെടുന്ന ആ പെണ്ണും പോകും. അതുകൊണ്ട് ആമേൻ ദൈവ ഇഷ്ടം ചെയ്യുവാൻ ആമേൻ അതെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുവാൻ നീ തയ്യാറാണ്. ഹല്ലേലൂയ. നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആമേൻ ഇല വാടിപ്പോകാത്ത, തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ ദൈവം നിന്നെ നയിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം ആമേൻ 1 മുതൽ 25 വരെയുള്ള വാക്യം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വായിക്കണം. സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓടിച്ചു പോവുക. ഒരു പുരുഷൻ തന്റെ ഭാര്യ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകില്ലയോ? നീയോ പല ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു, എന്നിട്ട് എന്റെ അടുക്കൽ മടങ്ങി വരുവാൻ നീ വിചാരിക്കുന്നുവോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവളെ കാണും, അവളുടെ സ്റ്റൈൽ എങ്ങനെയാ അങ്ങനെ സ്റ്റൈൽ. വേറൊരു ദിവസം വേറൊരുത്തിയെ കാണും, അവളുടെ സ്റ്റൈൽ എന്താ അതുപോലെ. പിന്നെ വേറൊരുത്തിനെ കാണും, അവൻ ടീഷർട്ട് ഇടുകയാണെങ്കിൽ ഇവനും ഇടും ടീഷർട്ട്, അവൻ കീറി ഇടുകയാണെങ്കിൽ ഇവനും ഇടും കീറിയത്. സ്വന്തമായി ഒരു വ്യക്തിത്വമില്ലാത്ത നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമാകുമോ? ഇത് ഞാൻ പറയുന്നതല്ല, സത്യവേദപുസ്തകം പറയുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ കൊഞ്ഞനം കുത്തിയിട്ടോ പാട കാട്ടിയിട്ടോ ഒന്നും കാര്യമില്ല. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന്റെ വചനമാ. അനുസരിച്ചാൽ നിനക്ക് വിടുതൽ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം പോക്കാ. നിനക്ക് എത്ര കഴിവുണ്ടെങ്കിലും, നിനക്ക് എത്ര പഠിപ്പുണ്ടെങ്കിലും, നിനക്ക് എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും, കുഞ്ഞെ നിന്റെ അപ്പനെയും അമ്മയും അപമാനിച്ച് നടക്കുന്ന ഈ ലോകത്തിന്റെ ജഡയിക സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞ് ദൈവഗീതം ഇന്നതെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ നീ തയ്യാറല്ലെങ്കിൽ ജീവിത യാത്രയിൽ നീ കുഴഞ്ഞു വീഴും, നീ തകർന്നു പോകും, നിന്റെ സ്വപ്നങ്ങൾ പൂവണിയാതെ പോകും. ഹല്ലേലൂയ. മൊട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക. നീ പരസ്പരം ചെയ്യാത്ത സ്ഥലം ഏതുള്ള? നീ സ്കൂളിൽ പോയ അധ്യാപകരെ മറച്ച് കൂട്ടുകാർ കൂടി ചെയ്യുന്ന ആ ജഡിക സ്വഭാവമില്ലേ? ആ കൂട്ടുകാർ കൂടി കണ്ണിന് കാണുന്നത് കണ്ട് രസിക്കുന്ന ആ സ്വഭാവമില്ലേ? നീ പരസ്യം ചെയ്യാത്ത സ്ഥലം ഏതുള്ളൂ? മരുഭൂമി അരാബ്യർ എന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയിരുന്നു. നിന്റെ പരസംഗത്താലും വഷളത്താലും ദേശത്തെ മലിനമാക്കിയിരിക്കുന്നു. പേരെന്താ? ഇസ്രായേൽ. ദൈവത്തിന്റെ ജനമാ. രക്ഷിക്കപ്പെട്ട കുഞ്ഞെ, നീ വിദേശത്തായിരിക്കാം, നീ സ്വദേശത്തായിരിക്കാം, നീ സ്കൂളിലേക്ക് പോകുമ്പോ നിന്റെ സ്വഭാവം എന്താ? റോഡിന്റെ ഇരുട് സൈഡിൽ നിൽക്കുന്നവരും കാണാൻ വേണ്ടി നീ ഇങ്ങനെ തിത്തിരിപ്പക്ഷി നടക്കുന്ന പോലെ തുത്തി തുത്തി നടക്കല്ലേ? പിരിയോ പഠിച്ചു മറ്റുള്ളവർ നിന്നെ ആകർഷിക്കത്തക്ക രീതിയിൽ വേഷവിധാനം ചെയ്ത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാതാവേ, പിതാവേ, കുഞ്ഞെ, സഹോദര, സഹോദരി, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും. പരസംഗത്താലും വഷളത്ത ദേശത്തെ മലിനമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നേ? മഴ നിന്നുപോയി. മഴ ലഭിക്കേണ്ട സമയത്ത് മഴ ലഭിക്കത്തില്ല. മഴ കൃഷി വേണമെങ്കിൽ മഴ വേണം. പക്ഷേ നീ ആയിരിക്കുന്ന ദേശത്ത് നിന്റെ സ്വഭാവ നിമിത്തം, നിന്റെ കയ്യിലിരിപ്പ് നിമിത്തം, നിന്റെ പ്രവൃത്തി നിമിത്തം നിന്റെ ദേശത്ത് മഴ നിന്നുപോയി. അതിനർത്ഥം എന്താ? നന്മ ഉണ്ടാകത്തില്ലെന്ന്. നീ പിന്നെ അയൽവക്കക്കാരോട് വഴക്കുണ്ടാക്കിയിട്ടോ അവര് ചെയ്തതാ ഇവര് ചെയ്തതാ
ഇതൊക്കെ നിന്റെ തോന്നലാ. നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ നീ പരീക്ഷയ്ക്ക് പരാജയപ്പെടും, നിന്റെ ജോലി പരാജയപ്പെടും, നിന്റെ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. അതുകൊണ്ട് മഴ നിന്നുപോയി, പിന്മഴ പെയ്തതുമില്ല, എന്നിട്ടും നീ വേശ്യയോട് നെറ്റി കാണിച്ച് നാണിക്കാതെ ഇരിക്കുന്നു. എന്ത് വൃത്തികേട് കാണിച്ചിട്ടും ഒരു നാണവുമില്ലാതെ നടക്കുന്നവരുണ്ട്. കയ്യിലിരിപ്പ് ശരിയല്ല, എന്നിട്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതിന് ഒരു ലജ്ജയില്ല. നീ ഇന്നു മുതൽ എന്നോട്, എന്റെ പിതാവേ, നീ എന്റെ യൗവനത്തിലെ സഖി എന്ന് വിളിച്ചു പറയുകയില്ലയോ? അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ? അവൻ സദാകാലം ദോഷം വെച്ചുകൊണ്ടിരിക്കുമോ? എന്നിങ്ങനെ നീ പറഞ്ഞ് ദുഷ്ടതകളെ പ്രവർത്തിച്ച് നിനക്ക് സാധിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എന്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൾ മടങ്ങി വന്നില്ല. വിശ്വാസ പാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു. ആമേൻ. വിശ്വാസത്യാഗിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണ പത്രം കൊടുത്ത് വിശ്വാസ പാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ട് ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു. നോക്കണേ, ദൈവഹിതം അനുസരിച്ച് ജീവിക്കേണ്ടവര്, വിളിക്കപ്പെട്ടവര്, ദൈവം വേർതിരിച്ചവര് ഒരു ഭയവുമില്ലാതെ. യഹൂദ എന്ന വാക്കിനർത്ഥം ദൈവത്തെ സ്തുതിക്കുന്നവരെന്ന. സ്തുതിയുണ്ട്, ആരാധനയുണ്ട്, കൺവെൻഷനുണ്ട്, എല്ലാം ഉണ്ടെന്നേ. പാപം ചെയ്യുന്നതിന് ഒരു ഭയവുമില്ല. ലോകക്കാരെ പോലെ നടക്കുന്നതിന് ഒരു ഭയവുമില്ല. മക്കളെയാണെങ്കിലോ സമ്പാദിച്ച് മക്കള് ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്ത്, അയ്യോ മക്കൾക്ക് വേണ്ടിയല്ലയോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, ഉണ്ടാക്കി കൊടുത്തു, ഒരു കുഴപ്പമില്ല. വചനം എന്താ പറയുന്നത്? ശ്രദ്ധിച്ചേ. ഇതെല്ലാമായിട്ടും മനോലാഘവത്തോടെ ചെയ്ത അവളുടെ പരസംഗം ഹേതുവായി ദേശം മലിനമായി പോയി. ദേശം എന്തായി? മലിനമായി. പിന്നെ ഇതൊക്കെ നേരെയാക്കാൻ പാപം പിടിച്ച ഉപദേശിമാരുടെ പുറകെ നടന്ന് വിളിച്ചോ വിളിയ. എന്റെ പാസ്റ്ററെ, എന്റെ ദൈവദാസനെ ഒരു സൗഖ്യവും ഇല്ല, ഒരു രക്ഷയില്ല, ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. കയ്യിലിരിപ്പണ്ട വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ആർഭാടം, കൊട്ടാര സദൃശമായ നിലവാരത്തിലുള്ള ജീവിതം, കയ്യിലിരിപ്പ് മുഴുവൻ എന്തുവാ? അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബിനെ ദൈവം കരങ്ങളിലെടുത്ത് ദൈവസഭയ്ക്കകത്ത് ലേഖനം എഴുതിപ്പിച്ചത്. ഇന്ന് പകൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമാണോ നീ? നിനക്ക് ലഭിച്ചിരിക്കുന്ന നന്മ നീ എങ്ങനെയാ ഉപയോഗിക്കുന്നത്? ദൈവം തന്ന ആരോഗ്യം, ആ ആരോഗ്യം ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കുന്ന നന്മ നീ ഏത് നിലയിലാണ് ചെലവഴിക്കുന്നത്? വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വിശ്വാസപാതകിയായ യഹൂദയേക്കാൾ നീതിയുള്ളവർ എന്ന് യഹോവ എന്നോട് അരുളിച്ചു. നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് പറയും മടങ്ങി വരാൻ നിനക്ക് മനസ്സുണ്ടോ? കുഞ്ഞെ, നിനക്കൊരു അവസരം സ്വർഗം തരിക. സഹോദര, നിന്റെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ ദൈവം തരിക. അപ്പനെ വേദനിപ്പിക്കരുതേ, അമ്മയെ വേദനിപ്പിക്കരുതേ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവത്തെ നീ വേദനിപ്പിക്കരുതേ. ഒരു സ്ത്രീ ഒരു പുരുഷനെ വിട്ട് മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിക്കുന്നതിനെയാണ് പരസംഗം എന്ന് പറയുന്നത്. സാക്ഷാൽ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട് അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചിട്ട് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്ത് എന്നിട്ട് ഇന്നിപ്പോ ലോകവും ലോകത്തിന്റെ മോഹവും ആഡംബരവും എല്ലാം അനുസരിച്ച് ജീവിക്കുന്ന നിന്നോടാ അവൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്.
ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്ത് പച്ചമരത്തിൽ കീഴിലൊക്കെയും ദൈവത്തോട് നീ ദ്രോഹം ചെയ്തിട്ട് പച്ചമരത്തിന്റെ കീഴിലൊക്കെയും. എന്താ പച്ചമരം? തഴച്ചു വളരുന്നു അല്ലേ? അന്യന്മാരുടെ ദുർമാർഗമായി നടന്നതും. ഈ മരം ചെത്തിപ്രമം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. അവിടെ ഇവിടെയൊക്കെ അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മരച്ചോട്ടിലൊക്കെ പോയിരുന്നില്ലേ? സ്കൂളിൽ കട്ട് ചെയ്ത്, ക്ലാസ്സിൽ കട്ട് ചെയ്ത്, അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് സെൽഫി എടുത്ത്. രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരെ, സ്നാനപ്പെട്ട ദൈവവൈദ്യരെ, കണ്ട മരത്തിന്റെ ചോട്ടിൽ പോയി സെൽഫി എടുത്തിരിക്കുന്നവരുടെ കൂടെ പോയി ഇരിക്കാനുള്ളവനല്ല നീയും ഞാനും. വിശ്വാസ ത്യാഗികളായ മക്കളെ, മടങ്ങി വരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വിശ്വാസത്തിൽ രണ്ടുപേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് എന്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. ഇന്നത്തെ ഇടയന്മാർക്കൊക്കെ എന്തു മതി? സ്വോത്ര കാഴ്ചവും ദശാംശവും മതി. എങ്ങനെ സമ്മാനിച്ചാലും വേണ്ടില്ല, എങ്ങനെ ആടുകൾ ജീവിച്ചാലും വേണ്ടില്ല. സ്വോത്ര കാഴ്ചയും ദശാംശവും എടുക്കുന്ന ഇടയന്മാരുടെ കീഴിലുള്ള ഒരു പറ്റ ആടുകൾ അതപ്പതിച്ച് നശിച്ച് അതെ തകർന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് എന്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ നയിക്കും. കൗല ഇടയന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്ത് അവരുടെ കീഴിലായിരിക്കുന്ന ആടുകൾക്ക് ഉപദേശമില്ലാതെ, വിശുദ്ധിയില്ലാതെ, വേർപാടില്ലാതെ, യേശു കർത്താവിന്റെ കാലത്ത് ആലയത്തിൽ വന്നപ്പോൾ എന്റെ ആലയ പ്രാർത്ഥനാലയം ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കരുതെന്ന് പറഞ്ഞ് മേശ ഉന്തി മറിച്ചിട്ട് അതിനകത്ത് ബിസിനസ് ചെയ്യുന്നവരെ പുറത്താക്കിയതുപോലെ ഈ അന്ത്യകാലത്ത് ദൈവസഭയ്ക്കകത്ത് ഒരു ശുദ്ധീകരണം ഉണ്ടാകേണ്ടതിന്, ദൈവസഭ വിശുദ്ധിയും വേർപാടും അനുഷ്ഠിക്കുന്ന സഭയായി നിലനിൽക്കേണ്ടതിന്, ആത്മാവിൽ പ്രേരിതനായി തന്റെ തൂലിക ധരിപ്പിച്ച് ആത്മനിയോഗം പ്രാപിച്ച് ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ് പുതിയ നിയമ ഇസ്രായേല് വിശ്വസിക്കുക, ജീവിക്കുക, നിലനിൽക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുക, ദൈവസഭയിൽ ആയിരിക്കുന്ന ദൈവജനം പാലിക്കുക, എഴുതിയ തിരുവചനത്തെ ആസ്പദമാക്കി ഇന്ന് പകൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന്റെ ഉദ്ധരണികൾ ഉപയോഗിച്ച് ഈ പ്രസംഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിച്ചു മടുത്തു. അയ്യോ, എല്ലാമുണ്ട്, സ്വസ്ഥതയില്ല, ഭർത്താവിന്റെ പീഡ സഹിക്കാൻ വയ്യ, കുഞ്ഞുങ്ങളുടെ ജീവിതം നിമിത്തം മടുത്തു. അങ്ങനെ ആമേൻ നിരാശയോടായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കുവാൻ ദൈവത്തിന് ആമേൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നിന്നെ കേൾപ്പിക്കുന്നത് ദൈവത്തോട് അടുക്കാനാ. നീ ദൈവത്തോട് അടുക്കാമെങ്കിൽ ദൈവം നിന്നോട് അടുത്ത് വരും. പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് പകൽ ചില കുടുംബങ്ങളിൽ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ, ചില തലമുറകളിൽ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ, ചില ദേശങ്ങളിൽ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ, ചില പട്ടണങ്ങളിൽ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ. അത് ആത്മാവിൽ കാണുന്നവർ കരമടിച്ച് ഓ കർത്താവിനെ വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് എന്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ നയിക്കും. അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ചു പെരുകുമ്പോൾ ആ കാലത്ത് യഹോവയുടെ നിയമപ്പെട്ടകം എന്ന് ഇനി പറയുകയില്ല, അത് മനസ്സിൽ വരികയില്ല, അതിനെ ഓർക്കുകയുമില്ല, ചെന്നു കാണുകയുമില്ല, ഇനി അത് ഉണ്ടാക്കുകയുമില്ല എന്ന് യഹോവയുടെ
അരുളപ്പാട്. ഹല്ലേലൂയ. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. ജാതികൾ അവിടേക്കും യെരൂശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല. ഇന്ന് പറഞ്ഞ എത്ര പേര് വിശ്വസിക്കുന്നു? ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറായ ദൈവഹിതത്തിനനുസരിച്ച് അതേ ശുശ്രൂഷിക്കുന്ന ഇടയന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ദേശത്ത് ദുഷ്ടപ്രവൃത്തി ഇല്ലാതാകും. കുടുംബത്തിനകത്ത് ദുഷ്ടപ്രവൃത്തി ഇല്ലാതാകും. ദൈവസഭയ്ക്കകത്ത് ദുഷ്ടപ്രവൃത്തി ഇല്ലാതാകും. ഹല്ലേലൂയ. അനേകർ ചേർന്ന് വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ഞാനോ നിന്നെ ദത്തെടുത്തു, നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു. നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയില്ല എന്ന് ഞാൻ വിചാരിച്ചു. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ എന്ത് ചെയ്തു? ഇസ്രായേൽ ഗ്രഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കുവാൻ സന്നദ്ധരാണ്. പക്ഷെ ഒരു ഭാര്യ തന്റെ ഭർത്താവ് അറിയാതെ മറ്റൊരു പുരുഷനുമായിട്ട് ശരീരം പങ്കുവെച്ച് ആ ഭർത്താവിനെ അവൻ ഒന്നുമില്ലാത്തവനാക്കി തീർക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഇസ്രായേൽ ആമേൻ ഗ്രഹം ഒരു ഭാര്യ ഭർത്താവിനോട് എന്ത് ചെയ്തു? വിശ്വാസപാതകം. ഭർത്താവ് ജീവിച്ചിരിക്കെ ഭർത്താവില്ലാത്ത സമയത്ത് മറ്റൊരു പുരുഷനുമായി കിടക്ക പങ്കുവെക്കുന്ന വൃത്തികെട്ട സ്വഭാവത്തിനുടമയായ നീച പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ പോലെ സത്യദൈവത്തെ മറച്ച് സത്യവചനത്തെ വിലയില്ലാതായി കണ്ട് നീ ചെയ്യുന്ന സകല പ്രവൃത്തികളും ദൈവം ആ നിലയിലാണ് കാണുന്നത്. ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്ന് കണ്ടോ? പേരെന്താ? ദൈവമക്കൾ. വളഞ്ഞ വഴി. അപ്പൻ ഇറങ്ങിപ്പോയ അപ്പനോട് ചോദിക്കാതെ ഇഷ്ടമുള്ളിടത്തൂടെ പോവുക. അമ്മ പറഞ്ഞ അമ്മയെ ചാടിക്കും. കുഞ്ഞെ, നിന്റെ സ്വഭാവം നേരെയാക്കിക്കോ, അല്ല നിന്റെ ആയുസിന്റെ മധ്യത്തിൽ തീർന്നു പോകും. മരണം കൊണ്ട് ജീവിതം തീരുന്നില്ല. ഒരു നിത്യതയുണ്ട്. അന്ത്യനാളിൽ കണക്ക് തീർക്കുവാൻ ആ ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ എല്ലാവരും നിൽക്കൊണ്ടുവരും. അന്ന് അനുസരണം കേട്ട നീ നിത്യ അഗ്നിയിൽ അതേ വീഴേണ്ടി വരും. അതുകൊണ്ട് അനുസരണമുള്ള ദൈവഭയമുള്ള അതേ തലമുറകളായി ജീവിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞതിനാൽ അവർ മൊട്ടക്കുന്നുകളിന്മേൽ കരഞ്ഞു യാചിക്കുന്നത് കേൾക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളഞ്ഞ വഴിയിലൂടെ നടന്നാൽ നീ ഒരിക്കലും നന്മ പ്രാപിക്കത്തില്ല, ഒരിക്കലും സമാധാനം പ്രാപിക്കത്തില്ല. പിന്നെ മൊട്ടക്കുന്നുകളിന്മേൽ കരഞ്ഞു യാചിക്കുന്നത് കേൾക്കുന്നു. എന്ന് നിലവിളിയ ആരെങ്കിലും കാണുമ്പോൾ അവരെ വിളിച്ചിട്ട് അയ്യോ ഹലോ പാസ്റ്ററെ കരയുക, സങ്കടം പറയുക, ആവലാതി പറയുക. ഈ ആവലാതി പറച്ചിൽ നിർത്തണമെങ്കിൽ അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബിലൂടെ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോ ഈ കലവും ശണ്ട എവിടുന്നാ വരുന്നത്? നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങ്, ദൈവത്തോട് അടുത്ത് ചെല്ല്, പിശാചിനോട് എതിർത്ത് നിൽക്ക്, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. പിന്നെ മൊബൈലും എടുത്ത് റൂമിനകത്തോട്ട് പിശാചിന്റെ ആട്ടവും ചാട്ടവും കണ്ടോണ്ടിരിക്കുന്ന നിന്നെ പിശാച് വിട്ടുപോകുമോ? നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഇന്ന് പകൽ ആ സ്വഭാവമൊക്കെ ആമേൻ ഉപേക്ഷിച്ച് ഒരു ദൈവവൈതനായി ജീവിക്കുവാൻ നീ സമർപ്പിക്കപ്പെടാമോ? ആരും അറിയാതെ നിന്റെ ഓഫീസിലും നിന്റെ ബെഡ്റൂമിലും നിന്റെ ആമേൻ സ്വീകരണ മുറിയിലും ദൈവഹിതമല്ലാത്തത് നീ ചെയ്യാൻ തയ്യാറായ പിശാച് നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്നു, തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞതിനാ. നീ ലോകത്തിൽ ആരെ മറന്നാലും ദൈവത്തെ മറക്കരുതേ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പ്രേമലേഖനം എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതി കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോ ആരും എഴുതി കൊടുക്കലൊന്നുമില്ല, എല്ലാം SMS അല്ലേ.
ഒന്ന് ടൈപ്പ് ചെയ്ത് അയ്യോ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോ ഓരോ പിള്ളേർ ഇങ്ങനെ ഞെക്കുന്ന കാണണം. എത്ര വേഗത്തിലാണെന്നറിയോ? കുഞ്ഞെ, നിന്റെ ലേഖനമൊക്കെ കാറ്റി പടർത്തി നിന്റെ ജീവിതം തകർന്നു പോകും. അതുകൊണ്ട് ചാറ്റിങ് ചെയ്യുന്ന ആരെങ്കിലും ദൈവഹിതമല്ലാത്ത ചാറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തിക്കോണം. ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്നു. തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞതിനാ അവർ മൊട്ടക്കുന്നുകളിന്മേൽ കരഞ്ഞ് യാചിക്കുന്നത് കേൾക്കുന്നു. കുഞ്ഞെ, നീ കരഞ്ഞ് നടക്കേണ്ടി വരാതിരിക്കണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം. ദൈവവചനം കേൾക്കുന്നത് മറക്കാതെ ജീവിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വരുവീൻ. സ്നാനപ്പെട്ടതാണോ? തിരുമേശ എടുത്തതാണോ? നീ കോളേജിൽ പോകുമ്പോ മറന്നു പോകരുത്. നീ ബസ്സിൽ കയറുമ്പോ മറന്നു പോകരുത്. നീ മൊബൈൽ എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോ മറന്നു പോകരുത്. ഹല്ലേലൂയ. നീ രക്ഷിക്കപ്പെട്ടതാണ്, നീ സ്നാനപ്പെട്ടതാണ്, നീ അഭിഷേകം പ്രാപിച്ചതാണ്. ഹല്ലേലൂയ. പാപം ബാധിക്കൽ നിൽക്കുക, അതിന്റെ ആഗ്രഹം നിന്നോടാ. നീ മൊബൈൽ എടുക്കുമ്പോ നിനക്കൊരു ആഗ്രഹം ഉണ്ടാകും. നീ ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാൻ ആ പാമ്പ് ആ ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ വന്നതുപോലെ പലരും വരും. ഇന്ന് പകൽ അതിനോട് എതിർത്ത് നിൽക്കേണ്ടതിന് കർത്താവിനും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വരുവിൻ. ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാ. ഇന്ന് പകൽ നിനക്ക് ആഗ്രഹമുണ്ടോ? 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്നവന്റെ അരികിൽ ചെന്ന് യേശു കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ ചോദിച്ചതിനല്ല മറുപടി പറയുന്നു. ഇന്ന് പകലും അങ്ങനെയുള്ള മക്കളുണ്ട്. എന്തുവാ ചെയ്യുന്നത്? അത് അവരാ. ഇന്ന് പകൽ സ്വർഗം നിന്നോട് പറയുന്നു, വിശ്വാസത്യാഗികളായ മക്കളെ, നീ മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, മടങ്ങി വരികയാണെങ്കിൽ മടങ്ങി വരുവിൻ. ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം എന്ത് ചെയ്യാം? മാറ്റിത്തരാം. ഇതാ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, ഞാൻ നിങ്ങളുടെ യഹോവയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ ആയിരിക്കുന്ന പരാജയത്തിന്റെ നടുവിലാണോ? പരീക്ഷ എഴുതി പരാജയപ്പെട്ടോ? കാരണമുണ്ട്. പരീക്ഷ എഴുതി പരാജയപ്പെടാൻ കാരണമുണ്ട്. സ്കൂളിൽ പോയപ്പോ അവന്റെ വാക്കും കേട്ട് കറങ്ങി നടന്ന് നീ പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്ക്. അവൻ കരുണയുള്ളവനാ, അവൻ മനസ്സലിവുള്ളവനാ. അത് ബിസിനസ് തുടങ്ങി, അവൻ ബിസിനസ് നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്നപ്പോ അവൻ കമ്പനി കൂടി ദൂർത്തടിച്ച് അവൻ ഇന്ന് ബിസിനസ് നഷ്ടത്തിലായി വെളിയിലിറങ്ങുവാൻ കഴിയാതെ നീ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ നീ ഏറ്റുപറഞ്ഞ് കരുണാമയനോട് കരുണ കാണിക്കുവാൻ, നിലവിളിക്കുവാൻ തയ്യാറാക്. അവൻ നിന്റെ അടുക്കളയ്ക്ക് വരുവാൻ ശക്തിയുള്ളവൻ. വിശ്വസിക്കുന്നവർ തലവടിച്ച് കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കട്ട കുടുംബജീവിതത്തിന് അവസരം ദൈവം തന്നു. എന്നാൽ ജീവിതത്തിൽ ആമേൻ അത് ചില കൂട്ടുകെട്ടിൽ അകപ്പെട്ട് ആമേൻ കുടുംബജീവിതം തകർന്ന് താറുമാറായി. ഇന്ന് രണ്ടുപേരും രണ്ട് അവസ്ഥയിലായി. ആമേൻ തലമുറകളുമായി ഭാരത്തോടായിരിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, മടങ്ങി വരുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു, നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. ഉടനെ പറയാണ്, ഇതാ ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വരുന്നു. നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം. ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. കുഞ്ഞെ, നീ കറങ്ങി നടന്നാലൊന്നും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നീ വിചാരിക്കും, അയ്യോ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇനി ഞാൻ അങ്ങ് വലുതായി. നീ ഒന്നും ആയില്ല. നിനക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനം വളരെ ശക്തമായി പറയുന്നു. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. അവന്റെ കണ്ണിന് മറവായിരിക്കുന്ന ഒന്നുമില്ല. ആമേൻ. കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം. അവിടെ ഭയങ്കര പാർട്ടിയാ, ഇവിടെ ഭയങ്കര ആട്ടമാ, അവിടെ ഭയങ്കര ചാട്ടമാ. ഇതൊക്കെ വെറുതെയാ.
ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. ലജ്ജാവിഗ്രഹങ്ങളെ ഞങ്ങളുടെ യൗവനം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സമ്പാദ്യത്തെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും തിന്നു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഞങ്ങളുടെ ലജ്ജയിൽ തന്നെ കിടക്കട്ടെ, ഞങ്ങളുടെ നാണം ഞങ്ങളെ മൂടട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ യൗവനം മുതൽ ഇന്നുവരെയും ഞങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ടും എന്ന് പറയും. ആമേൻ. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും, അല്ലാത്തവൻ എന്ത് ചെയ്തില്ല? ശുഭം വരികയില്ല. ഹോശേയ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: അതുകൊണ്ട് തൽക്കാലത്ത് എന്റെ ധാന്യവും തത്സമയത്ത് എന്റെ വീഞ്ഞും ഞാൻ മടക്കി എടുക്കുകയും അവളുടെ നഗ്നത മറയ്ക്കേണ്ടതിന് കൊടുത്തിരുന്ന എന്റെ ആട്ടിൻ രോമവും ശണവും ഞാൻ എടുത്തു കളയുകയും ചെയ്യും. കുഞ്ഞെ, നീ ഈ പാപം ചെയ്ത് അപ്പനെ വേദനിപ്പിച്ച് അമ്മയെ വേദനിപ്പിച്ച് മുമ്പോട്ട് പോകുന്നില്ലേ? നിന്റെത് എടുത്തു കളയാൻ പോവുകയാണെന്ന്. അവൻ നിന്റെ ആരോഗ്യം എടുക്കും. നിന്റെ ഈ ഇപ്പോഴത്തെ ഈ സമ്പാദ്യം കണ്ടിട്ട് നീ എന്ത് ചെയ്യേണ്ട? ദൈവം നിന്റെ കൂടെ അനീതിക്ക് കൂട്ടു നിൽക്കുന്നവരാണെന്ന് നീ ചിന്തിക്കണ്ട. ഇന്ന് പകൽ പ്രവചനാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുകയാ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്റെ ധാന്യം തൽസമയത്ത് എന്റെ വീഞ്ഞും ഞാൻ മടക്കിയെടുക്കുകയും അവളുടെ നഗ്നത മറക്കേണ്ടതിന് കൊടുത്തിരുന്ന എന്റെ ആട്ടിൻ രോമവും ശണവും ഞാൻ എടുത്തു കളയുകയും ചെയ്യും. എന്തുകൊണ്ടാ? 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. നീ പള്ളിയിലും വരും, നീ കൺവെൻഷനും കൂടും, നീ തിരുമേശ എടുക്കും, നീ സ്വോത്രവും പറയും. കള്ളനെ കണ്ട അവന്റെ കൂടെയും കൂടും. ഒന്നെങ്കിൽ നീ ദൈവവൈദ്യനായി ജീവിക്കും, അല്ലെങ്കിൽ നീ ലോകപ്രകാരം ജീവിക്കും. 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യനാണോ? സ്നാനപ്പെട്ട ദൈവവൈദ്യനാണോ? അഭിഷേകമുള്ള ദൈവവൈദ്യനാണോ? നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണോ? ഇന്ന് പകൽ നീ നേരോടെ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഇനി അധിക കാലം മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ വഴി അടയപ്പെടും. ആമേൻ. നീ ആമേൻ മുമ്പോട്ട് പോകുവാൻ പറ്റാതെ അത് കൂട്ടപ്പെടുന്നതിന് മുമ്പ് ഇന്ന് പകൽ മടങ്ങി വരുവാൻ മനസ്സ് വെക്കുന്നുവെങ്കിൽ ദൈവം നിന്നോട് അരികിൽ വന്ന് കരം പിടിച്ച് നിന്നെ വഴി നടത്തുവാൻ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം ആമേൻ അതിന്റെ 5-ാം വാക്യം ഇങ്ങനെയാ: അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകും. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. നീ ചെയ്യുന്ന അപരാധത്തിന്, നീ ചെയ്യുന്ന കൊള്ളരുതായ്മയ്ക്ക് അവൻ നിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന തലമുറ പഠിക്കപ്പെടുമെന്ന്. ഇന്ന് പകൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഹൃദയമുള്ളവൻ ഗ്രഹിക്കട്ടെ. അവയെ നമസ്കരിക്കരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവവൈദ്യരെ നീ പോയി അവിടെ ഇവിടെ നമസ്കരിക്കാൻ തയ്യാറാകരുത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആത്മാവിൻ നിയോഗത്തോടെ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അനേകർ വിടുവിക്കപ്പെട്ടു. പത്രോസും ശേഷം ശിഷ്യന്മാരും ആത്മനിറവോടെ ദൈവവചനം ശുശ്രൂഷിച്ചു. അപ്പോൾ ഒരു കൂട്ടരും വിചാരിച്ചു ഇവര് ദൈവമാണെന്ന് പോയി നമസ്കരിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു, ഒരിക്കലും ആമേൻ ഞങ്ങൾ നമസ്കരിക്കരുത്, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ളവരാ, ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ഹല്ലേലൂയ. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവേ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുക. ആവർത്തന പുസ്തകം 5:9 അത് തന്നെ കാണുകയാ: അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകും. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. മാതാവേ, പിതാവേ, കുഞ്ഞെ, നീ ഈ തലമുറയിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത് സത്യമാ. അങ്ങനെ നീ ജീവിക്കേണ്ട നീ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് ദൈവമയമില്ലാതെ അവയും ഇവയൊക്കെ നമസ്കരിക്കാനും സേവിക്കാനും തയ്യാറായ
നിന്റെ ദൈവമായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നുവെന്നും എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുമെന്ന്. അയ്യോ, ഉണ്ടായ മക്കള് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ കൈവിരിപ്പ് കൊണ്ടാ. ഇന്ന് നീ വെട്ടിപ്പിടിക്കാൻ വ്യഗ്രത കാണിക്കുന്നില്ലേ? മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നില്ലേ? മറ്റുള്ളവരെ വില കുറച്ചതായി കാണുന്നില്ലേ? അങ്ങനെ കാണുന്ന നിന്റെ തലമുറ അടുത്ത 4 തലമുറ കണ്ണുനീരും ദുഃഖവും അനുഭവിച്ച് നരകിക്കുന്നത് കണ്ട് തീരാതിരിക്കണമെങ്കിൽ നിന്റെ ദൈവത്തെ നീ ഭയപ്പെടുവാൻ തയ്യാറാകും. ഇല്ലെങ്കിൽ നിന്റെ ഈ ആയുസ്സിൽ നീ വെട്ടിപ്പിടിച്ചുണ്ടാക്കുന്നതും നീ വളർത്തി വലുതാക്കുന്ന മക്കൾ നരകിക്കുന്നതും കണ്ട് അതേ കണ്ണുനീരിലും ദുഃഖത്തിലും തീരാതെ അതേ സമാധാനത്തോടെ ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. മാത്രമല്ല, മത്തായി സുവിശേഷം 15:33 ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: കള്ള സത്യം ചെയ്യരുത്. ആരുടെ മുമ്പിലും കള്ളം പറയും. അത് ഭർത്താവിനോടാകട്ടെ, ഭാര്യയോടാകട്ടെ, കൂടെയുള്ളവരോടാകട്ടെ, അയൽവക്കക്കാരോടാകട്ടെ, മാനേജരോടാകട്ടെ, കള്ളം പറയുന്ന, കള്ള സത്യം ചെയ്യുന്ന, സത്യം ചെയ്ത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്. അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. പലരും കള്ളം ചെയ്തിട്ട് സത്യം പറയും. നിന്റെ സ്വഭാവത്തെ നീ നേരെയാക്കാത്തിടത്തോളം കാലം നിന്റെ കുടുംബത്തിൽ നിന്ന് കണ്ണുനീര് മാറത്തില്ല. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ല. നിന്റെ ശരീരത്തിലെ വേദന വിട്ടുമാറത്തില്ല. എന്നും നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതയായിരിക്കും. ഒന്ന് മാറുമ്പോ മറ്റൊന്ന്, ഒന്ന് മാറുമ്പോ മറ്റൊന്ന്. നിന്റെ ജീവിതം നരക തുല്യമാകും. ഇന്ന് പകൽ ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്. കാരണം അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടരുത്. അത് അവന്റെ പാദപീഠമാണ്. യെരൂശലേമിനെ കൊണ്ടരുത്. അത് മഹാരാജാവിന്റെ നഗരമാണ്. നിന്റെ തലയെ കൊണ്ടരുത്. പലരും എന്താ ചെയ്യുന്നേ? എന്തും ചെയ്തിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് സത്യം പറയും. നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഊവ ഊവെന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. ഇതിൽ അധികമായതൊന്നും ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഈ കാര്യം അനുസരിച്ച് ജീവിക്കാത്തവരെല്ലാം ദുഷ്ടന്മാരാ. അവരുടെ അകത്തുനിന്ന് വരുന്നതെല്ലാം ദുഷ്ടത്തരവാ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 6:14 അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ദൈവസഭയ്ക്ക് ആത്മാവിൽ തൂലിക ധരിപ്പിച്ച് എഴുതിയത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇടയില്ല പിണ കൂടരുത്. ലോകമാണ് വലുത്. ലോകത്തിന്റെ ആഡംബരമാണ് വലുത്. ലോകത്തിൽ തല്ലിയും കൊന്നും മുടിച്ചും വെട്ടിപ്പിടിക്കുന്ന ആളുകളുടെ കൂടെ കൂടരുത്. കണ്ണുകുടിക്കുന്നവന്മാരുടെ കൂടെ കൂടരുത്. വ്യഭിചാരം ചെയ്യുന്നവരുടെ കൂടെ കൂടരുത്. അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ കൂടെ കൂടരുത്. അവരൊന്നും ഒന്നും കൊണ്ട് തരത്തില്ല. നിന്റെ വീട്ടില് ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ നീ അധ്വാനിക്കണം. നീ പരീക്ഷ എഴുതി ജയിക്കണമെങ്കിൽ നീ പഠിക്കണം. കണ്ടുകുടിച്ച് കൂത്താടി നടക്കുന്നവന്റെ കൂടെ കൂടിയ നിന്റെ കുടുംബം പട്ടിണിയാകത്തേ ഉള്ളൂ. നിന്റെ തലമുറ അനാഥയാകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളുടെ കൂടെ ഇണയില്ല പിണ കൂടരുത്. അവരുമായിട്ടുള്ള ചങ്ങാത്തം വേണ്ട. അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ട. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചർച്ച. വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ. മദ്യപിച്ച് നടക്കുന്നവരുമായിട്ടുള്ള കൂട്ട് വേണ്ട. കള്ളം പറയുന്നവരുമായിട്ടുള്ള കൂട്ട് വേണ്ട. ദുഷ്ടത പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള കൂട്ട് വേണ്ട. അതുകൊണ്ടാണ് 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്.
അറിവില്ലാത്തവരും അസ്ഥിരമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? കോട്ടിക്കളയുന്നു. അല്പമൊക്കെ കുടിച്ചോ. കനാവിലെ കല്യാണ വീട്ടില് യേശു കർത്താവ് പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി കുടിപ്പിച്ചതല്ലേ? അതുകൊണ്ട് ഇച്ചിരിയൊക്കെ കുടിച്ചോ, ഇച്ചിരിയൊക്കെ പിരിയം പഠിച്ചോ, അത് ഇച്ചിരിയൊക്കെ കള്ളം പറഞ്ഞോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായിട്ട് എന്ത് ചെയ്യാണ്? കോട്ടിക്കളയാണ്. ആരാ? അറിവില്ലാത്തവർ, അസ്ഥിരന്മാരായവർ, അവർക്ക് സ്ഥിരതയില്ലെന്ന്. കീഴടങ്ങുവിൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവവചനം ആധികാരികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തോട് അടുക്കുവാനാണ്. നിന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഉതകുന്ന ഉലകത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവം ഈ മാനവരാശിക്ക് വായിച്ച് ഗ്രഹിക്കത്തക്ക വിധത്തിൽ നൽകിയിരിക്കുന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്തുള്ള നിയമങ്ങൾ മാനവരാശി അംഗീകരിക്കുവാൻ തയ്യാറായ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അവനും അവന്റെ കുടുംബവും ഭൂമിയിലെ സ്വർഗമായി കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി അവന്റെ ഭവനം മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അയ്യോ, അവരത് ചെയ്തു, ഇവരിത് ചെയ്തു, മന്ത്രവാദ, ആഭിചാര, ശുദ്രപ്രയോഗം, കൂടോത്രം, അവരങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി നീ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ നിനക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. ആരെന്ത് ചെയ്താലും അത് നിന്റെ ജീവിതത്തിലോ നിന്റെ സ്ഥാപനത്തിലോ നിന്റെ തലമുറയ്ക്കോ ഒരു ദോഷവും തട്ടാതെ നിനക്ക് പരിചയായി, നിനക്ക് രക്ഷയായി വെളിപ്പെട്ടു വരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിനക്ക് അനുഭവിപ്പാൻ കഴിയണമെങ്കിൽ ദൈവത്തോട് അടുത്തു ചെല്ലുവേൻ. ഹല്ലേലൂയ. ആദ്യാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവൻ നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ നന്മയെ, നിങ്ങളുടെ ഭൗതികമായി, ശാരീരികമായി, ആത്മീകമായി ഏതു മേഖലയും നിങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തുന്ന, നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്ന, നിങ്ങളുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന സകല ദുഷ്ടന്റെ പോരുകളും നിങ്ങളെ വിട്ട്, നിങ്ങളുടെ തലമുറകളെ വിട്ട്, നിങ്ങളുടെ കൂടപ്പുറപ്പിനെ വിട്ട് ഓടിപ്പോകുവാൻ ഇടയാകേണ്ടതില്ല. ഇന്നും പകൽ ദൈവത്തോട് അടുത്തു ചെല്ലുക, ദൈവത്തിന് കീഴ്പ്പെടുക. ഇന്ന് കേൾപ്പറ്റ വചനത്തിന് മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഹല്ലേലൂയ. പാപികളെ, കൈകളെ വെടിപ്പാക്കുവിൻ. ഹല്ലേലൂയ. അന്യായമായി സമ്പാദിച്ചത്, ആവശ്യമില്ലാത്ത മേഖലകളിലേക്ക് ഈ കൈ പോയത്, അപ്പന്റെ നേരെ ഈ കൈ പൊന്തിയിട്ടുണ്ടോ? ദൈവസന്നിധി മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ടോ? അല്ലെ ഈ കൈ പൊക്കാൻ പറ്റാത്ത പോലെ ദൈവത്തിന്റെ കോപം നിന്റെ മേൽ വെളിപ്പെടും. അമ്മയുടെ നേരെ നിന്റെ കൈ പൊങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇത് കളി പറയുകയല്ല. ആത്മാവിൽ ദൈവസഭയ്ക്ക് അത് കൊടുക്കുവാൻ ദൈവം നൽകിയ ദൂത വിളിച്ചു പറയുന്നതാണ്. നീ ദൈവസഭയുടെ അംഗമാണോ? പൗലോസ് പറഞ്ഞു, ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പലപ്പോഴും അത് തിന്മയായി എന്റെ അകത്തുള്ള അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ എന്റെ ബുദ്ധിയിൽ കൂടെ പ്രവർത്തിച്ച് എന്റെ കുടുംബത്തിൽ ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയില്ല. ഇന്ന് പകൽ മടങ്ങി വരാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളെ അടുത്തു വരും. പാപികളെ, കൈകളെ വെടിപ്പാക്കുവിൻ. ഇരു മനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഹല്ലേലൂയ. കൺവെൻഷൻ കേൾക്കുമ്പോ, മാസയോഗം കൂടുമ്പോ, ഞായറാഴ്ച ആരാധന കൂടുമ്പോ, സന്ധ്യപ്രാർത്ഥന കൂടുമ്പോ ഭയങ്കര ഉണർവാ. ആരെങ്കിലും പ്രവചനം പറയുമ്പോ, ആരെങ്കിലും ദൂത് പറയുമ്പോ കണ്ണിക്കൂടെ കുടുകൂടാ വെള്ളം വരും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ മൊബൈൽ എടുത്ത് റൂമിലോട്ട് കയറിയിട്ട് അതിലേ പോയി ഇതിലേ പോയി ഹായും വിട്ട് സമയം പോക്കുന്ന നിന്റെ സ്വഭാവം. പാപികളെ, കൈകളെ വെടിപ്പാക്കുവിൻ. ഇരു മനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിച്ചത് ഇങ്ങനെയാണ്:
പിശാചിന് ഇടം കൊടുക്കരുത്. നിന്റെ വീട്ടിനകത്ത് പിശാചിന് ഇടം കൊടുക്കരുത്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത്. നിന്റെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ആവശ്യമില്ലാത്ത ഒരു മെസ്സേജും ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഓരോ ഇടപാടും ഇതിനകത്ത് വേണ്ട. ദൈവികതമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. നിന്റെ കൂട്ടുകെട്ട് അങ്ങനെ ആകട്ടെ. കണ്ണുകുടിച്ച് വീട്ടിൽ അലോഗ്യം ഉണ്ടാക്കി കയ്യിലെ കാശും തീർത്ത് അയ്യോ ആണായാലും ഇങ്ങനെ കഴിക്കേണ്ടതേ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് വിവരത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. മദ്യക്കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സഹോദര, നിന്റെ ശരീരത്തിന് ഹാനി വരുത്തുന്ന വിഷം നീ മേടിച്ചെന്തിനാ കഴിക്കുന്നേ? നീ നിന്റെ ഭാര്യയും മക്കളും കൂടെ കുറെ കാലം കൂടെ ജീവിച്ചിരിക്കാൻ നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മക്കളെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ അപ്പനെ അമ്മയും സഹോദരങ്ങളെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ നീ അറിഞ്ഞോണ്ട് എന്തിനാ നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്ത് ഈ കലക്കവെള്ളം മേടിച്ചു കുടിച്ച് നിന്റെ ശരീരത്തെ കേടാക്കുന്നത്? പറയുന്ന എന്താ? സമാധാനം കിട്ടും, എൻജോയ്ക്ക് വേണ്ടിയാ. അത് എൻജോയ് അല്ല, അത് നാശമാ, അത് വിഭക്ത. അതുകൊണ്ട് മദ്യപിക്കുന്ന സഹോദര സഹോദരി, ഇത് ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നെന്ന്, ഇത് വലിയ സ്റ്റൈലാണെന്ന, ഇത് വലിയ ആളാകുന്നു എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. നിനക്ക് സമൂഹത്തിൽ വിലയില്ല, നീ കുടിയനാ. നിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. മദ്യപാനം കൊണ്ട് രക്ഷപ്പെട്ട ഒരാളുടെയും ചരിത്രത്തിലില്ല. ഞാൻ ഉണ്ടാക്കുന്ന കാശ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നതിന് എന്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ അവൻ മരിച്ചു പോകുന്ന ചത്തുപോകുന്ന മൃഗങ്ങൾക്ക് സമമത്രേ എന്ന് പറഞ്ഞ, വണ്ടിയിടിച്ച് വഴിയിൽ കിടക്കുന്ന ഒരു നായി ചത്ത അത് ചീഞ്ഞ് നാറി അതുവഴി പോകുന്നവർക്കൊക്കെ മൂക്കുപൊത്തി നടക്കുന്നത് അതല്ലാതെ ആരും അതിനെ എടുത്തെന്ത് ചെയ്യത്തില്ല. അപ്പൊ നിനക്ക് എത്ര മാനമുണ്ടെങ്കിലും നീ വിവേകഹീനനായ ഉണ്ടാക്കുന്ന ആശു കൊണ്ട് കുടിച്ച് നിന്നെ ഒരു മൃഗത്തിന് തുല്യമായിട്ടാണ് കാണുന്നത്. നീ മനുഷ്യന്റെ കൂട്ടത്തിലില്ല. ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമാണെങ്കിൽ, ഇത്യാദി കാര്യങ്ങളിൽ അകപ്പെട്ടു പോയെങ്കിൽ, ഇന്ന് പകൽ കരുണാമയനായ കർത്താവിനോട് നീ അനുദപിച്ച് മടങ്ങി വരുവാൻ തയ്യാറാകുക. പിശാചിന് എന്ത് ചെയ്യുക? ഇടം കൊടുക്കരുത്. നിർമ്മലരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുക. ഈ വീട്ടില് കെട്ടിയിടാത്ത തെരുവുനായില്ലേ, അതുപോലെ ഇങ്ങനെ ചുറ്റിത്തിരിയ. ആരാ വിവരത്തിൽ പോയി മേടിച്ചോണ്ട് വരുന്നേ? പോകാൻ ഒരു കൂട്ടര്, വാങ്ങിക്കൊണ്ട് വന്ന വട്ടം കൂടിയിരുന്ന് കുടിക്കാൻ കുറെ പേര്. നിർമ്മലരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുക. ആ കെണിക്കകത്ത്, ആ റാക്കറ്റിനകത്ത് പെടാതിരിക്കുക. നീ ഉണർന്നിരിക്കണം, നീ നിർമ്മലരായിരിക്കണം. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാച് നിന്റെ തലമുറയെ തകർത്ത് കളയാതിരിക്കുവാൻ ഇടിവിൽ നിന്ന് കരയേണ്ട സമയമാ. ചോദിക്കുന്നതെല്ലാം മേടിച്ചു കൊടുത്ത് അയക്കുമ്പോ ഓർത്തോണം, അവർ പോകുന്ന ഇടങ്ങളിൽ അവരെ തകർത്ത് കളയുന്ന റാക്കറ്റുകളുണ്ട്. അവരെ വലയിൽ കുരുക്കുവാൻ സന്നദ്ധരായിരിക്കുന്നവരുണ്ട്. 1 പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന്
ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിര ഉള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ നമ്മൾ സത്യപ്രതിജ്ഞയില് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാ. കൂടെ പഠിച്ച പലരും മൂക്കുമട്ട കുടിയും കഴിഞ്ഞ് ഭാര്യയെ തല്ലി, അപ്പനെ തല്ലി, അമ്മയെ ഉപദ്രവിച്ച്, മക്കളെ നശിപ്പിച്ച് നടക്കുന്നവരില്ലേ? അയ്യോ എന്റെ കൂടെ പഠിച്ചതാ, അവന്റെ കൂടെ ഇച്ചിരി കുടിച്ചില്ലാൽ എങ്ങനെയാ? അവന്റെ കൂടെ കൂടി ഇച്ചിരി അടിച്ചു പൊടിച്ചില്ലാൽ എങ്ങനെയാ? സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞെ, നീ ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ നിങ്ങളിൽ ശണ്ഡവും കലഹവും എവിടെ നിന്നാ വരുന്നത്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗയിച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ലേ? നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഡയിടുകയും ചെയ്തിട്ട് യാചിക്കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് പകൽ വ്യഭിചാരികളായുള്ളവരെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരും. ലോക സ്നേഹം എന്ന് പറയുന്നത് ആത്മീയ വ്യഭിചാരമാണ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ആമേൻ ഇത്രത്തോളം സമയം നിന്റെ വീട്ടിലിരുന്നോ നിന്റെ കാതുകളിൽ കേൾക്കുക. ദൈവം ഒരുക്കിയ അവസരം നഷ്ടമാക്കാതെ ഇന്ന് പകൽ നീ മടങ്ങി വരുവാൻ തയ്യാറെങ്കിൽ നിശ്ചയമായും നിന്നിലൂടെ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ദേശം വിടുവിക്കപ്പെടും, നിന്റെ ദേശത്ത് നിന്റെ രാജ്യത്തിന് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകും, നിന്റെ ഭവനത്തിൽ അത് അനുഭവിക്കുവാൻ കഴിയും. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും. അയ്യോ കഷ്ടമാണ്, വേദനയാണ്, സങ്കടമാണ്, നിരാശയാണ് എന്ന് പറഞ്ഞു ഒതുങ്ങിപ്പോകാതെ നിന്നെ ഒതുക്കുന്ന ദുഷ്ടൻ നിന്നെ വിട്ടോടിപ്പോകുക. ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. നീ ഏത് പ്രവാചകന്റെ കീഴിൽ പോയി, ഏത് കണിയാന്റെ പുറകെ പോയാലും, ഏത് പണിക്കന്റെ പുറകെ പോയാലും, ഏത് ജോയ്സിന്റെ പുറകെ പോയാലും, നിന്റെ സ്വഭാവത്തെ നീ നേരെയാക്കാത്തിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത നീ അനുഭവിക്കത്തില്ല. സമാധാനവും സന്തോഷവും നിന്റെ ജീവിതത്തിൽ അനുഭവിക്കണം. നീ ദൈവത്തിന് കീഴ്പ്പെടണം, ദൈവത്തോട് അടുത്ത് ജീവിക്കണം. നിന്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തയ്യാറാണ്. ദൈവാസനെ രക്ഷിക്കപ്പെട്ട ഒരു കണിയാന്റെ അടുത്ത് പോവോ, പണിക്കന്റെ അടുത്ത് പോവോ, ജ്യോതിഷന്മാരുടെ അടുത്ത് പോവോ? പിന്മാറി പോയവരൊക്കെ പോകൂലേ? അതുകൊണ്ടല്ലേ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബിലൂടെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി കൃത്യമായി എഴുതിയത്. അങ്ങനെയുള്ളവരുണ്ടെന്ന് അല്ലാത്തവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കും. ഇന്ന് രാത്രി ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ നടക്കുകയാണ്. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് നടക്കുകയാണ്. നിന്റെ വ്യക്തിപരമാകുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. നിന്റെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നിന്റെ കൂടെ പറപ്പിന് വേണ്ടി, ആ കമ്പനിയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി, അവന്റെ സഭയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി ആത്മഭാരത്തോടെ എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. Glory to God, Jesus, hallelujah. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah, hallelujah. ലോകത്തിനുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതല്ല, പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നിലനിൽക്കുന്ന നിത്യതയിൽ എത്തുവാൻ തക്കവണ്ണം വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കും.
സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവേ, എന്നേക്കും നിലനിൽക്കുന്ന ആ നിത്യതയില് അവകാശികളായി തീരത്തക്ക വിധത്തിൽ അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ഭാഗ്യകരമായ അനുഭവത്തിനായി സ്തോത്രം. ദൈവത്തോട് അടുക്കാത്ത നിലകളിൽ ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എല്ലാം അകറ്റി കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ കേൾപ്പിച്ച ദൈവ വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, മനസ്സറിയണമേ. ഇന്ന് പകൽ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നടന്നുപോയ ആരെങ്കിലും ആമേൻ അതേ നിരാശയിലൂടെ, കണ്ണുനീരിലൂടെ, ദുഃഖത്തിലൂടെ ആയിരിക്കുന്നുവെങ്കിൽ ആമേൻ കരുണ കാണിക്കുന്നവനെ, മനസ്സറിയുന്നവനെ ഇന്ന് പകൽ അവരുടെ നിലവിളിക്ക് സ്വർഗം മറുപടിയായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറച്ചാട്ട്. രോഗികൾ സൗഖ്യമാകട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, പാപികൾ മനം തിരിയട്ടെ, തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള സമാധാനവും സന്തോഷവും അവർ പ്രാപിക്കട്ടെ. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ദൈവഹിതത്തിൽ അനുസരിച്ച് ശുശ്രൂഷിക്കുന്ന, പ്രവർത്തിക്കുന്ന ഇടയന്മാരെ സ്വർഗം എഴുന്നേൽപ്പിച്ചാൽ യേശുവിൻ നാമത്തിൽ താഴ്മയായിരിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും സംബന്ധിച്ച എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ മക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനിടയാകട്ടെ. ഒടുവിൽ കർത്താവിൽ അവന്റെ അവധബലത്തിൽ ശക്തിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. യൂട്യൂബിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മെസ്സേജ് അവൈലബിൾ ആണ്. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ഇന്ന് വൈകിട്ട് 9 മണിക്ക് സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് ലൈവിൽ ദൈവവചനമായി വീണ്ടും കടന്നു വരുന്നതാണ്. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.